ഒരു ബസ്സിൽ സഞ്ചരിക്കുമ്പോൾ നമുക്കറിയാലോ, കണ്ടക്ടറെ ജോലി ചെയ്യണം, ഡ്രൈവർ ചെയ്യൂല. അത് ഡ്രൈവർ ചെയ്തെങ്കിലേ ഡ്രൈവർ ചെയ്താലേ ആ ബസ് പോവുള്ളൂ. ബസ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ കണ്ടക്ടർ ജോലി, കിളിന്റെ ജോലിയൊക്കെ ചെയ്യണം. നിങ്ങൾ എല്ലാവരും ഈ ഒരു യാത്രയിൽ നമ്മൾ എല്ലാവരും ഓരോ റോൾ ഏറ്റെടുക്കുക. നിങ്ങൾ ഏത് റോൾ ഏറ്റെടുക്കുന്നു? ലിസണർ ആകുന്നു. ഇത് മുഴുവൻ കേൾക്കുന്നു, മനസ്സിലാക്കുന്നു. അതിന്റെ റിയാക്ഷൻ നമ്മുടെ മുഖത്ത് ഇങ്ങനെ കാണണം, അല്ലെ? നിങ്ങളൊക്കെ ഒന്ന് ചിരിക്കി, മനസ്സറിഞ്ഞൊന്ന് ചിരിക്കി. എല്ലാരും ഒന്ന് കാണട്ടെ. ഞാൻ ബഷീർ വയനാട് സാറ് ചിരിക്കാൻ ശ്രമിച്ചിട്ടുള്ളൂ, ചിരിച്ചിട്ടില്ല. ഓക്കെ, സന്തോഷം. സന്തോഷം. എല്ലാരും ചിരിച്ചു. ഈ സന്തോഷം, അതിന് ഡോപ്പമിൻ ഹോർമോൺ നമ്മളുടെ തലച്ചോറിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങോട്ട് വരണമെങ്കിൽ, ഒരു ഹാപ്പി ഹോർമോൺ ഉണ്ടാവണമെങ്കിൽ, അതേപോലെ തന്നെ ഓക്സിറ്റോക്സിൻ ഹോർമോൺ ഉണ്ടാവണമെങ്കിൽ, നമ്മുടെ എൻഡോർഫിൻ ഹോർമോൺ ഉണ്ടാവണമെങ്കിൽ, അത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ശരിക്കും ചിരിച്ചുകൊണ്ടിരിക്കണം. നമ്മൾ ചിരിക്കണം. നിങ്ങൾ നോക്ക്, ഒരു പാർക്കിൻസൺസ് ഉള്ള രോഗിനെ നിങ്ങളൊന്ന് ടെൻഷൻ ആക്കി നോക്ക്. അയാളെ കൈ ഇങ്ങനെ വിറക്കാൻ തുടങ്ങും, അല്ലേ? നമ്മൾ ഒരുപാട് പരീക്ഷിച്ചതാണ് അതൊക്കെ. നമ്മൾ പഠനത്തിനും അതിന്റെ ഒരു ഭാഗമായിട്ട് കുറെ റിസർച്ച് ചെയ്തതാ. ഒരു ചെറിയ ടെൻഷൻ വന്നാൽ മതി, കൈകാൽ വിറയുന്ന ആൾക്കാർക്ക് വിറക്കൂടും. എന്താ കാരണം? തലച്ചോറിൽ അവരുടെ ആ ഹോർമോണിനും വ്യതിയാനം സംഭവിക്കാണ്. ഹാപ്പി ഹോർമോൺ ഇങ്ങോട്ട് പുറപ്പെടാത്ത അവസ്ഥ വന്നാൽ തന്നെ വിറ തുടങ്ങും. എന്നാൽ നിങ്ങൾ ഹാപ്പി ആയി നോക്ക്, ചിരിച്ചു നോക്ക്, വിറയും പേടിയൊക്കെയാണ് പോകൂലെ. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചിരിക്കുക. ചിരിച്ചുകൊണ്ട് ഓരോ ദിവസവും, ഇനി ചിരിക്കാൻ സ്വന്തമായിട്ട് ആരും കിട്ടണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കണ്ണാടിച്ചില്ലിന്റെ മുമ്പിൽ പോയി നിന്ന് ലോഫിംഗ് തെറാപ്പി എന്നാണ് അതിന് പറയാ. ചിരിക്കുക, എന്നിട്ട് അതിന്റെ നോക്കി ചിരിക്കുക. എന്നിട്ട് നമ്മളോട് തന്നെ ചിരിക്കുക. എന്നിട്ട് ഞാൻ ഇന്ന് ഏറ്റവും ബെറ്റർ ഞാനാണ്. ഞാൻ ജസ്റ്റ് ടുഡേ ഐ ഡോണ്ട് വെറി. ഇന്നേ ദിവസം എനിക്ക് ആരോടൊരു വെറുപ്പില്ല കേട്ടോ. ഞാൻ ഭയങ്കര ഹാപ്പി ആട്ടോ. ഞാൻ ഇന്ന് ആരോഗ്യവാനാണ് കേട്ടോ. എനിക്ക് എന്നിലൊരു അഭിമാനം തോന്നുകയാണ് കേട്ടോ. എന്റെ ഉമ്മാക്കും ഉപ്പാക്കൊക്കെ ഞാൻ നല്ലൊരു പ്രിയപ്പെട്ട മോനാണ് കേട്ടോ. എന്റെ ജ്യേഷ്ഠാനിയന്മാർക്കൊക്കെ എന്നോടൊരു ഇഷ്ടവും സന്തോഷവും തോന്നണം. ഞാൻ അതിന് വേണ്ടി എന്തെങ്കിലും പ്രവർത്തിക്കണം. പിന്നെ കുടുംബത്തിൽ എല്ലാവരും വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഒന്ന് ചോദിച്ചറിഞ്ഞ് ആ പ്രയാസത്തിലും പ്രശ്നത്തിലും വിഷമത്തിലും ഒക്കെ ഒന്ന് നമ്മൾ പങ്കാളികളാവണം. എല്ലാ നിലയിലും നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. നമുക്ക് നമ്മളുടെ റോൾ ഉണ്ടെന്ന്. അതാ ഇപ്പൊ പറഞ്ഞതിന്റെ ഉദ്ദേശം. അതിനാണ് റെസ്പോൺസിബിലിറ്റി എന്ന് പറയാം. ഉത്തരവാദിത്തങ്ങളെ ഏറ്റെടുത്ത് ചെയ്യാനുള്ള മനോഭാവം അത് നിങ്ങൾക്കുണ്ടോ? എങ്കിൽ ഞാൻ ഉറപ്പിച്ച് നിങ്ങളുടെ വെള്ളക്കടലാസിൽ ഞാൻ എഴുതി ഒപ്പിട്ട് തരാം, നിങ്ങൾ നാളെ വിജയിച്ചവരുടെ ലിസ്റ്റിൽ ഇന്ന് തന്നെ പേര് ചേർക്കപ്പെട്ടിരിക്കുന്നു എന്ന്. ഇല്ലെങ്കിലോ നാളെകളിൽ എന്നും ആവാം. പക്ഷെ ആ നാളെകളിൽ നമ്മൾ ഉണ്ടാവുമെന്ന് ഉറപ്പില്ല. നമ്മളിപ്പോ ഉണ്ടല്ലോ, ഇപ്പൊ ഉള്ളപ്പോ നമ്മൾ ചെയ്യേണ്ടത് ചെയ്താൽ മതി. നാളെ ഉണ്ടാവുമെന്നൊരു ഉറപ്പില്ല. ഇന്നലെ നമ്മൾ ഉണ്ടായിട്ടുണ്ടായിരുന്ന കാര്യം ചിന്തിച്ച് ഇന്ന് കാര്യമില്ല. കാരണം കഴിഞ്ഞത് കഴിഞ്ഞു. നാളെ ഉണ്ടാവുമെന്നൊരു ഉറപ്പില്ല. എന്തിനാ അതിനെ പ്രതീക്ഷിക്കുന്നത്? വേണ്ട. ഈ സമയത്ത്, ഈ സെക്കൻഡിൽ, ഈ സമയത്ത് ഞാൻ എന്ത് ചെയ്യണം? ഭൂമിയിൽ ഞാനിപ്പോ ഉണ്ടല്ലോ, എന്റെ ഈ സെക്കൻഡുകൾ എന്നെ വിട പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്, അല്ലേ? 6:11, 6:12, 6:13 അങ്ങനെ ആകും. ആ സെക്കൻഡുകളോടൊക്കെ ഞാൻ കാണിച്ച ഉത്തരവാദിത്വം, ഇഷ്ടവും സ്നേഹവും ബഹുമാനവും എന്നതാണ് നമ്മളെ ജീവിതത്തിൽ വലിയൊരു നിർണായക വ്യക്തിത്വമാക്കി മാറ്റുന്നത് എന്ന്. അതായത് എന്റെ ചിന്തകളാണ് എന്റെ പ്രവർത്തനങ്ങളാകുന്നത്. എന്റെ പ്രവർത്തനങ്ങളാണ് സമൂഹത്തിൽ ഞാൻ ആരാണ് എന്ന് വിധി കൽപ്പിക്കപ്പെടുന്നത്. അങ്ങനെയാണ് ഈ വിധി നിർണയിക്കപ്പെടുന്നത്. അവൻ നല്ലവനാണോ എങ്കിൽ നല്ലത് പ്രവർത്തിച്ചു, നല്ലത് പ്രവർത്തിച്ചോ എങ്കിൽ നല്ലത് ചിന്തിച്ചു, നല്ലത് ചിന്തിച്ചോ എങ്കിൽ അവനെ നല്ലത് ചിന്തിക്കാൻ നല്ല നന്മകൾ അവനെ പ്രേരിപ്പിച്ചു. നന്മയുടെ വക്താവാണ് അവൻ എന്ന് ചുരുക്കം. സുഹൃത്തുക്കളെ, ഞാൻ കൂടുതലൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങളൊക്കെ ഇന്നലെയും മിഞ്ഞാന്നൊക്കെ ആയിട്ട് ഭയങ്കര എനർജറ്റിക് ആയിരുന്നു. കാരണം എന്താന്ന് വെച്ചാൽ ഞങ്ങളുടെ ലീഡേഴ്സിന്റെ കൂടെ ലെജൻഡുകളായ നമ്മുടെ ബിജു ബിക്കെ സാർ, ബെൽനി സാർ, അതേപോലെ അയ്യൂബ് സാർ, ഉമർ സാർ, റമീസ് സാർ, ഷാഹിർ സാറ്, റഷീദ് സാർ, ഇന്റെയൊക്കെ അപ്ലൈൻ ലീഡേഴ്സിനെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ബാക്കിയൊക്കെ പാടെ പറയാൻ നേരമില്ല. ഇവരുടെ കൂടെ ഒക്കെ ഇനിയിപ്പോ എല്ലാരും പേരെടുത്ത് വരാനും എനിക്ക് എല്ലാരും പേര് മനപ്പാടാണ്. സമയം ഞാൻ മാനിക്കുന്നു എന്ന് മാത്രം. ചുരുക്കി പറഞ്ഞാൽ ആധ്യാത്മിക ചിന്തകളും ആത്മീയ ചിന്തകളും ഒക്കെ സമന്വയിപ്പിച്ച ഒരു ദിവസമായിരുന്നു ഇന്നലെയും മിഞ്ഞാന്നൊക്കെ. വളരെ വളരെ സന്തോഷം നിറഞ്ഞ, ഭയങ്കര സന്തോഷം, ബ്ലിസ്ഫുൾ ആയിട്ടുള്ള, മനസ്സിന്റെ ഉള്ളിൽ നിറഞ്ഞു കവിഞ്ഞ് ഒഴുകുന്ന എനർജറ്റിക് പവർ ആൻഡ് വേവ്സ് ഉണ്ടാക്കിയ ദിവസങ്ങളായിരുന്നു. ഞാനൊക്കെ ആലോചിച്ചു പോവാണ്, ഇന്നലെ നമ്മളുടെ സ്ട്രെങ്ത്, അതേപോലെ തന്നെ നമ്മുടെ വീക്ക്നെസ്, നമ്മുടെ ഓപ്പർച്യൂണിറ്റിയുടെ മഹത്വം, അതേപോലെ തന്നെ എല്ലാം ചർച്ച ചെയ്യപ്പെട്ട് ത്രെഡ് ചെയ്ത ഒരു ദിവസമായിരുന്നു. മനസ്സിലായില്ലേ? അതാണ് ഞങ്ങളെ SWOT എന്നുകൊണ്ട് ഉദ്ദേശിച്ചിരുന്നത്. ഞങ്ങളെ ടീമിന്റെ ആ പ്രോഗ്രാമിന്റെ പേര് SWOT എന്നായിരുന്നു. SWOT എന്നായിരുന്നു. സ്ട്രെങ്ത് കൊണ്ട് ഉദ്ദേശിച്ചത് നമ്മുടെ ടീമിന്റെ ഐക്യമത്യം,
സ്നേഹവും. യൂണിറ്റി ഈ സ്ട്രെങ്ത് എന്നാണ്. യൂണിറ്റി ഈ സ്ട്രെങ്ത്. നമ്മളെ ടീം വർക്കാണ് എല്ലാ നിലയിലും സ്ട്രെങ്ത് ആക്കുന്നത് നമ്മളെ. അങ്ങനെ കൂടി നിങ്ങളൊരു കയറ് നോക്കുക. ആ കയറിലെ ഓരോ നൂലും ഓരോ എന്ത് ചെയ്യും, ഈർപ്പവും വലിച്ചെടുക്കാൻ പറ്റും. ചിരട്ടന്റെ ഓരോ ആരും ഈരും അത് വലിച്ചെടുക്കാൻ പറ്റും. പക്ഷെ അത് കൂടിച്ചേർന്ന് നിന്നപ്പോ കയറായി മാറിയില്ലേ. വലിയൊരു വാഹനത്തെ പിടിച്ച് കെട്ടി രക്ഷപ്പെടുത്താൻ, ഒരു ആനനെ പിടിച്ച് തളക്കാൻ, നമ്മെ വടംവലിക്ക് പരസ്പരം രണ്ട് ടീമിന്റെ ശക്തി പരിശോധിക്കാൻ വരെ ആ കയറ് പൊട്ടാതെ നിൽക്കുന്നത് കൂടി പിരിഞ്ഞ് ചേർന്ന് നിൽക്കുന്നത് കൊണ്ടാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി. ഓക്കെ. അപ്പൊ ഈ ഒരു സ്ട്രെങ്ത്നെസ് കിട്ടണമെങ്കിൽ നമ്മൾ ഐക്യം ഉണ്ടാവണം. ഐക്യമില്ലാത്ത സമയത്ത് നമ്മൾ മനസ്സിലാക്കുക, മുന്തിരിക്കുലയിൽ നിന്ന് കൊഴിഞ്ഞു ചാടിയ മുന്തിരിക്ക് എന്ത് വിലയുണ്ടാവുക? മുന്തിരിയിൽ കൂട്ടമായി ചേർന്ന് നിൽക്കുന്നതിന് എന്ത് വിലയുണ്ടാവുക? അല്ലേ? ഒന്ന് മനസ്സിലാക്കേ. എന്നാ ചേർന്ന് നിൽക്കുന്നില്ല എന്ന് വിചാരിച്ച് മോശം മുന്തിരിയാണോ? അല്ല, അത് കൊലയിൽ നിന്ന് വീണു പോയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ മോശമായതുകൊണ്ടല്ല. ഈ ടീമിൽ നിന്ന് വേറിട്ട് നിന്നാൽ നിങ്ങൾക്ക് യാതൊരു വിലയും ഉണ്ടാവില്ല. നിങ്ങൾ എത്രയോ നല്ലവനായിരിക്കും, സമൂഹത്തിൽ നല്ലവനായിരിക്കും, ഉമ്മാക്കും ഉപ്പാക്കും നല്ല കുട്ടിയായിരിക്കും, ഭാര്യക്കും നല്ല ഭർത്താവായിരിക്കും, അയൽവാസിക്ക് നല്ല അയൽവാസി ആയിരിക്കും. ഒന്നും ഇവിടെ നോക്കൂല. ഈ ടീമിൽ നിങ്ങളുണ്ടോ, ലൈവിൽ നിങ്ങളുണ്ടോ, നിങ്ങളുടെ ടീമിലും ഗ്രൂപ്പിലും നിങ്ങളുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾക്ക് യാതൊരു സ്ഥാനവും നൽകപ്പെടൂല. ഇപ്പൊ ഇല്ലാന്നല്ല അതിന്റെ അർത്ഥം. ഇപ്പൊ ഇല്ലാത്തവർക്കൊന്നും സാരാക്കണ്ട. നാളെ മുതൽ ഇല്ലെങ്കിൽ ഇല്ലാന്ന് തന്നെ തീരുമാനിച്ചോളി. അതിനവിടെ ഇന്ന് ക്ലാസ് എടുത്ത് തരുന്നത്. ഇന്ന് വരെ ഉള്ളത് പോയി. നിങ്ങളെ മനസ്സിലത്തെ ടെൻഷൻ വിട്. അതൊന്നും ചിന്തിക്കണ്ട. പഠിച്ചോനെ, ഞാൻ ഇന്നലെ വരെ ഗ്രൂപ്പിലൊന്നും പറഞ്ഞില്ല, ആരും വിശേഷം അറിഞ്ഞില്ല. ഒരാൾക്ക് പനി ഉണ്ട് എന്ന് അറിഞ്ഞു, ഓനക്ക് ജസ്റ്റ് ഒന്ന് ഓന്റെ PM ചെന്നിട്ട് എന്തായി പനി ഭേദമുണ്ടോ ചോദിച്ചില്ല. അതൊന്നും ഇന്നലെ വരെ ഉള്ളത് കഴിഞ്ഞിട്ട് സാരല്ല എന്ന് വെച്ചോളി. ഇന്ന് മുതൽ നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ ടീമിലില്ല. സുഹൃത്തെ, പറഞ്ഞു, തീരുമാനമായി. നമ്മളൊരു തീരുമാനം എടുക്കാനാണ് ഈ ക്ലാസ്സിലൊക്കെ കയറുന്നതും തീരുമാനം എടുത്ത് പിരിയുന്നതും ഒക്കെ. വെറുതാണ് പോയാൽ മതിയോ? പള്ളിയിൽ അങ്ങോട്ട് പോയാൽ പള്ളിയിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ ഒരു ഉമ്മ പെറ്റ മോനെ പോലെ എന്റെ പാപം പുറത്തിട്ടാണ് ഞാൻ ഇറങ്ങി വരുന്നത് എന്ന് വിശ്വസിക്കുന്ന വിശ്വാസിക്കുള്ളതാണത്. മനസ്സിലായോ? വിശ്വസിക്കുന്ന ഒരു വിശ്വാസിക്കുള്ളതാണ് അത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഇന്നലെ ബെല്ലൻ സാറിന്റെ കഥ പറഞ്ഞു. ഒരു ക്രിസ്ത്യൻ പള്ളിന്റെ മുമ്പിൽ ഒരു ബാറ് വന്നു. ആ ബാറ് വന്ന സമയത്ത് പാതിരിമാരും അതേപോലെ തന്നെ എല്ലാവരും കൂടിയിട്ട് പ്രാർത്ഥിച്ചു, പഠിച്ചവനെ അത് കൊയ്ജി അടിച്ചണേ, അത് തള്ളിവിട്ട് വീഴ്ത്തി കളയണേ, കൊഴിച്ച് ചാടിക്കണേ എന്ന് പ്രാർത്ഥിച്ചു. 10 ദിവസം കഴിഞ്ഞപ്പോ അത് കൊഴിഞ്ഞാടി പോയി. അങ്ങനെ ആ ബാറിന്റെ മുതലാളി കോടതിയിൽ കേസ് കൊടുത്തു. ഇന്ന ആൾക്കാർ പ്രാർത്ഥിച്ചിട്ടാണ് എന്റെ ഈ ഒരു സ്ഥാപനം കൊഴിഞ്ഞു ചാടിയത് എന്ന്. മനസ്സിലായില്ലേ? ആ സമയത്ത് പള്ളിയിലച്ഛനും കൂട്ടരും ഒക്കെ പാടെ ചെന്നിട്ട് പ്രാർത്ഥിച്ച് അരിച്ചിട്ടൊന്നും ബിൽഡിംഗ് പൊളിയില്ല എന്ന് പറഞ്ഞു. മനസ്സിലായോ? അപ്പൊ കോടതിയത്തെ ജഡ്ജി ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഈ കള്ളുഷാപ്പായിട്ട് നടക്കണ ഓന്റെ വിശ്വാസത്തിൽ പ്രാർത്ഥനക്ക് ഫലം ഉണ്ട് എന്നാണ്, ഈ പള്ളിയും പ്രാർത്ഥനയായിട്ട് നടക്കണ നിങ്ങളെ വിശ്വാസത്തിൽ പ്രാർത്ഥന കൊണ്ടൊന്നും അത് നടക്കൂല എന്നാണ്. എന്തപ്പോ ഞങ്ങൾ തീരുമാനിക്കേണ്ടത്? അപ്പൊ ചുരുക്കി പറഞ്ഞാൽ, നമ്മൾ ഒരു പള്ളിയിലേക്കാണ് പോകുമ്പോ, ഒരു മഴ പെയ്യാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു സമൂഹം തീരുമാനിച്ചിട്ട് പള്ളിയിലെ ഉസ്താദിന്റെ കൂടെ അല്ലെങ്കിൽ പ്രാർത്ഥിക്കുന്ന ആളുകളുടെ കൂടെ മഴ പെയ്യാൻ വേണ്ടി ഗ്രൗണ്ടിലേക്ക് നീങ്ങാൻ നാട്ടുകാർ മൊത്തം ഒരുമിച്ച് കൂടിയിട്ട് കടും വേനലിൽ വരൾച്ച ബാധിച്ചിട്ട് പ്രയാസം കൊണ്ട് എല്ലാരും പ്രാർത്ഥിക്കാൻ മൈതാനത്തിലേക്ക് നീങ്ങുമ്പോ ഒരു ചെറിയ കുട്ടിയുടെ കയ്യിൽ കുടയുണ്ടായിരുന്നു. അപ്പൊ കുട്ടിനോട് ചോദിച്ചു, എന്തിനാ കുട എടുത്തുക്കണെന്ന് വെച്ചപ്പോ കുട്ടി പറഞ്ഞു, നമ്മൾ മഴയെ തേടാനല്ലേ പോകുന്നത്, തിരിച്ചു വരുമ്പോ മഴ പെയ്യൂലേ, അപ്പൊ കുട വേണ്ടി വരൂലേ എന്നാണ് ചോദിച്ചത്. അപ്പൊ ആ കുട്ടിക്ക് മാത്രമേ ഇപ്പൊ ഈ മഴ പെയ്യുന്ന വിശ്വാസമുള്ളൂ. ഞാൻ പറയണത്, നിങ്ങൾ ഈ ടീമിൽ ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾ ഉണ്ടോ? തിരിച്ചു പിരിഞ്ഞ് ഈ ക്ലാസ് 7 മണിക്ക് തീരുമ്പോ നിങ്ങളൊരു തീരുമാനം എടുത്തിട്ടല്ലേ പിരിയണത്? എങ്കിൽ സുഹൃത്തുക്കളെ, നമ്മളെ കൊണ്ടൊരു കാര്യമില്ല. നമ്മളെ പ്രാർത്ഥനയ്ക്ക് മന്ത്രങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്, പ്രചോദനമുണ്ട്. ഇന്ന് രാവിലെ മോർണിംഗ് മീറ്റിൽ പ്രാർത്ഥിച്ചു, നല്ലത് കേൾക്കണേ ദൈവമേ, നല്ലത് പറയാൻ കഴിവുണ്ടാവണേ, നല്ലത് കാണാൻ സാധിക്കണേ, നല്ലവരുടെ കൂടെ എന്നെ ചേർക്കണേ, നല്ലത് മാത്രം ചെയ്ത് ജീവിക്കുന്നവരാക്കണേ. ഇതിലും വലിയ പ്രാർത്ഥന എന്താ? നമ്മുടെ വാക്കാലും പ്രവൃത്തിയാലും ഒരാൾ വേദനിക്കുന്നില്ല എന്ന് തീരുമാനം എടുക്കാൻ കഴിയുന്ന ഒരു ജീവിതം കിട്ടാനാണ് നമ്മൾ ഇത്തരം പ്രോഗ്രാമുകളൊക്കെ അറ്റൻഡ് ചെയ്യുന്നത്. നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കാം. അപ്പൊ ഇവിടെ ഒരു ലീഡർഷിപ്പാണ് പ്രധാനം. നമുക്ക് നയിക്കുന്ന ഒരു നേതാവ്. ഒരു യുദ്ധമാണെങ്കിൽ അതിനൊരു കമാൻഡർ. യുദ്ധമാണെന്ന് കരുതിയിട്ട് തോന്നുന്നത്തോളം വെടിയുണ്ട നിരത്തലോ അല്ലെങ്കിൽ വെടിവെക്കലോ കുറെ വാളെടുത്ത് വെട്ടലോ ഓടലോ പായലോ ചാടലോ ഒന്നല്ല യുദ്ധം.
കമാൻഡിങ് പവർ ഉള്ള ഒരു കമാൻഡർ പറയും ഇന്ന സ്ഥലത്ത് ഇന്ന ആളാണ് ഏറ്റുമുട്ടാൻ വരുന്നത്, ഇന്ന ആൾ ഇറങ്ങി പ്രവർത്തിക്കുക, ഇന്ന ആൾ സമയത്ത് ഇന്നവര് വ്യോമസേന, കരസേന, നാവികസേന എന്നൊക്കെ പറയില്ലേ. നാവികസേന നാവിക യുദ്ധത്തിന്, വ്യോമസേന വ്യോമയുദ്ധത്തിന്, വ്യോമാക്രമണത്തിനൊക്കെ നേരിടാനുള്ളതാ. അങ്ങനെ ഓരോന്നിനും ഓരോ, കരയിൽ യുദ്ധം ചെയ്യുന്നവര്, കടലിൽ യുദ്ധം ചെയ്യുന്നവര്, ആകാശത്തിൽ യുദ്ധം ചെയ്യുന്നവരൊക്കെ ഉണ്ടാവില്ലേ. അപ്പൊ അത് ഓരോ ഡിപ്പാർട്ട്മെന്റ് ആണ്. നമ്മൾ മനസ്സിലാക്കുക പ്രിയപ്പെട്ടവരെ, ഇവിടെ നമ്മൾ സുസജ്ജരായി നിൽക്കുന്ന ഒരു കമാൻഡിങ് പവർ ഉള്ള ഒരു ലീഡറായി മാറിയാലേ നിങ്ങളുടെ ടീമിനെ നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ കഴിയുള്ളൂ എന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നിങ്ങളുടെ ടീമിൽ നിങ്ങളൊരു കമാൻഡിങ് പവറുള്ള ലീഡർ ആണോ എന്ന് ആദ്യം തീരുമാനിക്കുക. ഞാൻ മനസ്സിലാക്കുന്നു എനിക്ക് കമാൻഡിങ് പവർ ഓവറാണ്, പക്ഷെ ഇത് ഏറ്റെടുക്കാൻ ആരുമില്ല. മനസ്സിലായില്ലേ? കമാൻഡിങ് പവർ എനിക്ക് ഓവറാണ്, പക്ഷെ ഏറ്റെടുക്കാൻ ആളില്ല. അതുകൊണ്ട് കാര്യമില്ല, അതുകൊണ്ട് കാര്യമില്ല എന്ന്. കാരണം പോസ്റ്റ് ഇല്ലാതെ പന്തളിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഗോൾ അടിക്കാൻ പറ്റുക? പോസ്റ്റ് വെക്കണ്ടേ? ഇല്ലാതെ വൈകുന്നേരം വരെ ഓടി കളിച്ചിട്ട് കുറെ പന്ത് ഇട്ടിട്ട് കാര്യമുണ്ടോ? ഇല്ല. നമ്മൾ പോസ്റ്റുള്ള കളികളാണ് കളിക്കേണ്ടത്. ഗോൾ സെറ്റിങ്സ് ചെയ്യുമ്പോൾ പോസ്റ്റ് വെക്കണം. ഇന്റെ പോസ്റ്റിലേക്കാണ് ഞാൻ അടിക്കേണ്ടത് എന്ന തീരുമാനം എടുത്ത് കളിക്കുമ്പോഴേ ആ കളിക്ക് അർത്ഥം ഉണ്ടാവുള്ളൂ. ഇവിടെ നമ്മൾ കുറെ കളിക്കാരുണ്ട് എന്നല്ലാതെ ഗാലറിയിൽ ഇരുന്ന് കളിക്കണവരുണ്ട് അധികം. ഒരു ഗ്രൂപ്പിൽ 250 ആളുണ്ടെങ്കിൽ എത്ര ആൾക്കാരെ രാവിലെ ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട്, അല്ലെങ്കിൽ വിവരങ്ങൾ അറിയുന്നുണ്ട്, വിശേഷങ്ങൾ അറിയുന്നുണ്ട്? ഞാൻ പറയുന്നത് 100 ആളുള്ള ഒരു ഗ്രൂപ്പിൽ 100 ആളുടെ കോണ്ടാക്ട് ലിസ്റ്റിലും 100 ആളുടെ പേരും എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ ഒരു ബിസിനസ്സിലെ രാജാക്കന്മാരാവാൻ കഴിയുള്ളൂ. നമുക്ക് എന്തൊരു പ്രതിസന്ധി വരുമ്പോഴും തളരാതിരിക്കണമെങ്കിൽ നമ്മെ തലോടുന്ന, സാന്ത്വനിപ്പിക്കുന്ന, നമുക്ക് ആത്മീയ ദർശനം നൽകുന്ന, ആത്മസ്പർശനം നൽകുന്ന ഒരു ലീഡർഷിപ്പ് നമുക്കുണ്ടാവണം. ഞാൻ ഉറപ്പിച്ച് പറയാം, എന്റെ ടീമിൽ ആർക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിൽ ഞാൻ ഇടപെടും. ഞാൻ ഇടപെടും എന്നുള്ളൊരു തീരുമാനം എനിക്കുണ്ട്. പക്ഷേ എന്നെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വിജയിക്കുവാൻ എന്റെ ടീമും കൂടി തീരുമാനിക്കണം. അവിടെയാണ് വിജയം കിടക്കുന്നത്. ദാറാൻ ഉസ്താദിനെ നമുക്ക് ഒരു 10 ആളെ വിളിച്ചു കൂട്ടിയിട്ട് മൂപ്പരെ ക്ലാസ് ഒന്ന് കൊടുത്താലോ എന്ന്. അപ്പൊ ഞാൻ തീരുമാനിക്കണം, എന്റെ ക്ലാസ് പ്രതീക്ഷിക്കുന്ന ഒരുപാട് ആളുകൾ ഇവിടെ ഉണ്ട്. ഞാൻ നല്ല ക്ലാസ് എടുക്കണം, ഞാൻ എഴുതി പഠിക്കണം, ഞാൻ പറഞ്ഞു കൊടുക്കാൻ പഠിക്കണം. ശരിക്കും എന്നെ ആഗ്രഹിച്ച് എന്നിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്ന ഒരു സമൂഹമാണ് അവരൊക്കെ. അവർക്കൊക്കെ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കണം. അല്ലെങ്കിൽ എനിക്കൊരു മാനസികമായിട്ട് ഞാൻ ഉണ്ടാക്കുന്ന വരുമാനത്തിന്റെ തിളക്കത്തിന്റെ സുഗന്ധത്തിന്റെ പ്രകാശത്തിനെ അത് ബാധിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കണം. അപ്പൊ ഞാൻ നന്നാവാനാണ് ഞാൻ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുന്നത്, പ്രോഗ്രാമുകൾ പോകുന്നത്. അവിടെ നിന്ന് ഞാൻ മൂർച്ച കൂടി വന്നെങ്കിലാണ് എനിക്ക് ഇവിടെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, എന്റെ ടീമിനെ സൈസ് ആക്കാൻ പറ്റുള്ളൂ, അല്ലെ? അപ്പൊ നമ്മള് പ്രോഗ്രാമുകൾ എന്തിനുള്ളതാ? നമുക്ക് മൂർച്ച കൂടാനുള്ളതാണ് എന്ന് ആദ്യം പഠിക്കാം. ഓരോ വെള്ളിയാഴ്ച, ഓരോ ആഴ്ചകളിലും പരിസര പ്രദേശത്ത് നടക്കുന്ന ഓരോ JTSഉം നമുക്ക് മൂർച്ച നൽകാനും ചാർജിങ് പവർ സ്റ്റേഷൻ പോയിന്റുകളാണ് അതൊക്കെ. നമുക്ക് ചാർജ് തരികയാണ് അവിടെ. കേട്ടതന്നെയല്ല കേൾക്കുന്നത്, കേട്ടതന്നെ. ഇന്നലെ ഖൈറുന്നിസ മാഡം നമ്മോട് പറഞ്ഞില്ലേ, കേട്ടതല്ലാത്തത് 1ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ 21ാം വയസ്സ് വരെ ഒക്കെ കേട്ടിട്ടും നമുക്ക് എന്തേ വരുമാനം ഉണ്ടാക്കിയോ? ഇല്ല. എന്നാ കേട്ടതന്നെയല്ലേ കേൾക്കണമെന്ന് പറഞ്ഞാൽ ഇവിടെ കേട്ടതന്നെ കേട്ടിട്ടാണ് കോടീശ്വരന്മാരായത്. അപ്പൊ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ ആ ഒരു ചിത്രം മാറ്റാം. പറഞ്ഞു തന്നെ പറഞ്ഞു, കേട്ടതന്നെ കേട്ടു. പരിവർത്തനത്തിന് വിധേയമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് മികവോടെ മുന്നേറിയവരാണ് വിജയിച്ചവര് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതിനു വേണ്ടിയാണ് ഇന്നലെ ഞങ്ങള് കമാൻഡിങ് പവറുള്ള ഒരു ലീഡർ ആയിരിക്കണം നിങ്ങൾ എന്നുള്ള ബെൽനി സാറുടെ ആ ഒരു വോയിസിന് അർത്ഥം കൽപ്പിച്ചുകൊണ്ടാണ് ഞാൻ ഇത്ര നേരം പറഞ്ഞത്. കമാൻഡിങ് പവർ എന്ന് പറഞ്ഞാൽ നീ അത് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കാൻ. ഇന്നത് ചെയ്യല്ലേ നിങ്ങൾ പറയണ്ട. ചെയ്യല്ലേ എന്ന് പറഞ്ഞാൽ മനുഷ്യർക്ക് ഒരു സ്വഭാവം ഉണ്ട്, അതൊന്ന് ചെയ്തു നോക്കിയാലോ, ചെയ്യണ്ടെന്ന് പറഞ്ഞ താനൊന്ന് ചെയ്തു നോക്കിയാലോ എന്നൊരു തോന്നല്. ഇവിടെ മൂത്രിക്കരുത് എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ അവിടെ മൂത്രിക്കണം എന്നൊരു തോന്നൽ ഉണ്ടാക്കും. മനസ്സിലായില്ലേ? അപ്പൊ അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കും. അത് മനുഷ്യന്മാരുടെ ദുസ്വഭാവമായിട്ട് അത് മാറിയിട്ടുണ്ട്. എന്നാൽ നമ്മൾ മനസ്സിലാക്കുക, ചെയ്യേണ്ടത് ഒരു കുട്ടീനോട് പറയാണ് അങ്ങോട്ട് പോവരുത്, ഇത് ചെയ്യരുത് എന്നല്ല പറയേണ്ടത്. മോനെ നീ ഇന്നത് ചെയ്യണം, പാടക്കുട്ടി ഇന്നത് ചെയ്യണം, ഉമ്മാന്റെ മോൻ ഇങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കുന്നതിനാണ് മനഃശാസ്ത്രത്തിൽ പഴുതുള്ളത്, പവറുള്ളത്. അല്ലെ? നമ്മളൊരു കുട്ടിനെ എഴുതി പഠിപ്പിക്കുന്ന സമയത്ത് ആ കുട്ടി പനാന്ന് എഴുതിയപ്പോ തന്നെ ചെറുതായിട്ട് മാഞ്ഞു പോയി, കൈ തട്ടിട്ടോ നുളൊളിച്ചിട്ട് കരഞ്ഞിട്ട് അവിടുന്ന് കണ്ണുനീരുറ്റിട്ട് അത് സ്ലേറ്റിൽ നിന്ന് മാഞ്ഞു പോയപ്പോ ഉമ്മ പറയാണ് അടിച്ചിട്ട്, ഇപ്പൊ അവന്റെ പാവിടെ ഇപ്പൊ നേരത്തെ എഴുതിയ അപ്പൊ അതിനെ കാണാനില്ലാതായോ വെച്ചിട്ട് 2 അടി. പിന്നെ ഈ കുട്ടീനെ ആരാ പഠിപ്പിക്കുന്നത്? ഒരു മനഃശാസ്ത്രവും അറിയാത്ത ഉമ്മ, ഒരു മനഃശാസ്ത്രം അറിയാത്ത ഉപ്പ. ആ കുട്ടി ലോകത്തൊന്നും ആവാൻ പോണില്ല.
എന്നാൽ ആ കുട്ടി വായിക്കാത്തതിന്റെ കാരണം, പഠിക്കാത്തതിന്റെ കാരണം, എഴുതാത്തതിന്റെ കാരണം, പഠിക്കാനും മനസ്സിലാക്കാനും ചിലപ്പം ലേണിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടിയാണെങ്കിലോ, ബുദ്ധി കുറവുള്ള കുട്ടിയാണെങ്കിൽ അടിച്ചിട്ട് എന്താ കാര്യം? ആ അടിക്കാൻ വരുന്നതിന് മുമ്പ് അടിക്കലല്ല പരിഹാരം എന്ന് പഠിച്ചുകൊണ്ട് ഈ ടീമിനെ വളർത്താൻ നോക്കുക, കുഞ്ഞിനെ വളർത്താൻ നോക്കുക. നമ്മൾ ഗൈഡ് ലൈൻ പഠിക്കുക. ഇവിടെ ഈ ടീമിന് വേണ്ടത് നല്ല ഒരു പവർഫുൾ കമാൻഡിങ് പവറുള്ള കമാൻഡർ ആണ്. ഞാൻ പറയുന്നു, നിങ്ങൾ സൂമിൽ അറ്റൻഡ് ചെയ്യ്, നിങ്ങൾക്ക് പുതിയ പുതിയ അറിവുകൾ കിട്ടാൻ. ഇന്നലെ ഇപ്പൊ റഫീഖ് സാർ, എന്റെ ടീമിലെ STC ലീഡർ, അവരുടെ ഗ്രൂപ്പിൽ ഇന്നലെ രാത്രികളിൽ മെസ്സേജ് കൊടുക്കുന്നത് ഞാൻ കേട്ടു. നാളെ ദാറാനി ഉസ്താദാണ്, നമ്മുടെ ഗ്രേറ്റ് ലീഡറാണ്, എല്ലാവരും നാളത്തെ ക്ലാസ്സിൽ പങ്കെടുക്കണം, വീഡിയോയിൽ വരാൻ ശ്രദ്ധിക്കണം എന്നൊക്കെ. അങ്ങനെ അത് കേട്ടവരുണ്ടാവും, കേൾക്കാത്തവരുണ്ടാവും, വീഡിയോയിൽ വന്നവരുണ്ടാവും, വരാത്തവരുണ്ടാവും, സൂമിൽ വന്നവരുണ്ടാവും, വരാത്തവരുണ്ടാവും. പക്ഷെ ഇതൊക്കെ നമ്മൾ നിരീക്ഷണ ക്യാമറയിൽ ഇട്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. ലീഡേഴ്സ് അത് പറഞ്ഞിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. ഞാനതിൽ പ്രോഗ്രാം ഇന്ന് അറ്റൻഡ് ചെയ്യുമെന്ന് ഇന്നലെ വാക്കുകൊടുത്തു. എന്റെ ഫോട്ടോ വന്നു, അത് കണ്ടവർ ഗ്രൂപ്പാന്തരം അത് പ്രചരിപ്പിച്ചു. അതിൽ അവരെ അംഗീകരിക്കുന്നവരെ ഇവിടെ കയറിയിട്ടുള്ളൂ, ഇന്ന അംഗീകരിക്കാത്തവരല്ല. അവരെ അംഗീകരിക്കണം. എന്റെ ലീഡറെ ഞാൻ അംഗീകരിക്കണമെങ്കിൽ എന്റെ ലീഡർക്ക് ലീഡറുടെ ക്വാളിറ്റി ഉണ്ടാവണമെന്ന് ആശിക്കുന്നവരാണ് ഇതിൽ നിന്ന് വിട്ടു നിൽക്കുന്നത്. എന്റെ ലീഡർ ഇതിൽ പ്രവർത്തിക്കാതെ ഞാൻ വർക്ക് ചെയ്യൂല. അയാൾ വെറുതെ അങ്ങനെ പൈസ ഉണ്ടാക്കിയാൽ ശരിയാവൂല. ഇന്നെ വെച്ചിട്ട് മൂപ്പർ ഇങ്ങനെ പൈസ ഉണ്ടാക്കണ്ട, അങ്ങനെ ഒരു തോന്നൽ ഉണ്ടാക്കും. നമ്മൾ അവരുടെ കൂടെ നിന്നിട്ട് നിനക്ക് ഇനി എന്താണ് കുറവുള്ളത്, നിനക്ക് അടുത്ത റാങ്കിലേക്ക് എത്ര BV ആണ് കുറവുള്ളത്, അതിന് എത്ര രൂപന്റെ പർച്ചേസിംഗ് ആണ് ആവശ്യമുള്ളത്, അതിന് എന്താണ് പ്രശ്നം, അത് ആ പൈസ ഉണ്ടാവാൻ എന്താണ് തടസ്സം എന്ന് പഠിക്കാം. പല കാരണങ്ങൾ ഉണ്ടാവും. വ്യക്തി സ്വഭാവം, എന്റെ സ്വഭാവം ശരിയല്ലെങ്കിൽ എന്നോട് ആളുകൾ അടുത്ത് വരൂല. എന്റെ വായനാറ്റം ഉണ്ടെങ്കിൽ എന്നോട് ആൾ അടുത്ത് വരില്ല. നമ്മൾ നല്ലാക്കി പല്ലേച്ചാൽ മതി. അപ്പോ പ്രശ്നം തീർന്നില്ലേ? വായനാറ്റുള്ള ഒരാളെടുത്ത് ആളെടുക്കാത്തതിന് അയാൾ കുറെ നല്ല മതപ്രഭാഷണം പഠിപ്പിച്ച് കാര്യം ഉണ്ടാവോ? ഇല്ല. നമ്മളിൽ എവിടെയാണ് പ്രശ്നം എന്ന് നമ്മൾ പഠിക്കുക, ആ പ്രശ്നത്തിന്റെ പ്രതിവിധി കണ്ടെത്തുക എന്ന് ആണ് ഇവിടുത്തെ യഥാർത്ഥ ചിന്ത. അതായത് പ്രോബ്ലംസ് ആൻഡ് സൊല്യൂഷൻസ്. എന്താ പ്രശ്നം, എന്താ പരിഹാരം. നമ്മൾ ദാസ ടെക്നിക്ക് എന്നൊക്കെ പറയില്ലേ? DASA, ഡിഫൈൻ ചെയ്യുക, അനലൈസ് ചെയ്യുക, സൊല്യൂഷൻ കണ്ടെത്തുക, ആക്ഷൻ ചെയ്യുക. ഇവിടെ പ്രശ്നം തീരും. നമ്മൾ പ്രശ്നം ഉണ്ട് എന്ന് കണ്ടെത്തിയതുകൊണ്ട് പ്രശ്നം തീരുമോ? ഇല്ല. ഇവിടെ കൂരിയാട് ഭാഗത്ത് ഇന്നലെ വരുന്ന സമയത്ത് ഫുള്ളായിട്ട് 4 വരി പാതന്റെ എക്സ്പ്രസ് ഹൈവേന്റെ പണി നടക്കുന്നുണ്ട്. ആ ഭാഗമായിരുന്നു ഇടിഞ്ഞു പൊളിഞ്ഞു പോയിരുന്നത്. അപ്പൊ അവരുടെ പ്രശ്നം എന്തായിരുന്നു എന്ന് പഠിച്ചു. അവർ നീക്കം ചെയ്യാൻ തീരുമാനിച്ചു. ഒരു 10-36 കോടിയോളം ഗവൺമെന്റിന് അവിടെ നഷ്ടമായി, അല്ലെങ്കിൽ ആ ഒരു ബഡ്ജറ്റ് തീരുമാനിച്ചവർക്ക് നഷ്ടമായി. അത് വീണ്ടും പുനരാവിഷ്കരിക്കണം. കോടികൾ നഷ്ടപ്പെട്ടോട്ടെ, പക്ഷെ അതൊരു പ്രശ്ന പരിഹാരമാണ്. ഇനി അങ്ങനെ സംഭവിക്കാതിരിക്കാൻ ഇനി എങ്ങനെ അവിടെ ഫൗണ്ടേഷൻ ചെയ്യണമെന്ന് പഠിച്ച് ചെയ്യുമ്പോഴാണ് അതിന് തീരുമാനമാവുന്നത്. അല്ലെങ്കിൽ ഇനിയും ആവർത്തിക്കും. അപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ്, നിങ്ങളുടെ ടീമിലെ കമാൻഡിങ് പവർ നിങ്ങൾക്കുണ്ടോ എങ്കിൽ ആ കമാൻഡിങ് പവർ ഉണ്ടാക്കിയെടുക്കുക. ഇല്ലെങ്കിൽ അതിനു വേണ്ടി നിങ്ങൾ ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്യുക, അതിനുള്ള ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുക. നമ്മളൊക്കെ തീരുമാനിക്കുന്നുണ്ട് ഇനി ഒരു കമാൻഡിങ് പവർ ഉണ്ടാവാൻ എന്ത് ചെയ്യണം എന്നുള്ള ഒരു ട്രെയിനിങ് നമ്മുടെ ടീമിലൊക്കെ നടത്താൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളൊക്കെ അത് അറിഞ്ഞാൽ നിങ്ങൾ അതിലൊക്കെ ഒന്ന് പങ്കെടുക്കാം. തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളോടൊക്കെ പറയാനുള്ളത് അതാണ്. കമാൻഡിങ് പവർ വലുതാണ്. കമാൻഡിങ് പോയിന്റ് ഉണ്ട്. നമ്മൾ അക്യുപഞ്ചറിൽ, അക്യുപ്രഷറിൽ, ചൈനീസ് ട്രഡീഷണൽ മെഡിസിൻസിലൊക്കെ നമ്മൾ പോയിന്റ് പഠിപ്പിക്കുമ്പോൾ എവിടെ നോക്കി അവനോട് സംസാരിക്കണം, എവിടെ ചൂണ്ടി അവനോട് സംസാരിക്കണം, ചൂണ്ടുമർമ്മം ഏതാണ്, തൊടുമർമ്മം ഏതാണ്, തട്ടുമർമ്മം ഏതാണെന്നൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. തട്ടിയാൽ രോഗം മാറുന്ന ഭാഗം, തൊട്ടാൽ രോഗം മാറുന്ന ഭാഗം, ചൂണ്ടിയാൽ രോഗം മാറുന്ന ഭാഗങ്ങളൊക്കെ ഉണ്ട്. അവിടെയാണ് കമാൻഡിങ് പവർ, കമാൻഡിങ് പോയിന്റിലേക്ക് നോക്കി സംസാരിക്കുമ്പോഴാണ് അതെന്ത് ചെയ്യുന്ന ആളുടെ മുമ്പിൽ അതൊരു പ്രകമ്പനം കൊള്ളുന്നത്. ഞാൻ നിങ്ങളോട് എന്റെ ചെറിയ വിരൽ ഇങ്ങനെ ചൂണ്ടിട്ട് അന്ന് ഞാൻ കാണിച്ചു തരടാം, നോക്കിക്കൊണ്ടിരുന്ന നിങ്ങൾക്ക് ഒരു പേടി ഉണ്ടാവില്ല. നിങ്ങളുടെ കൈമൊക്കെ ഇങ്ങനെ നോക്കും, എന്താ ഇങ്ങനെ ആക്കാൻ കാരണം അല്ലേ? എന്നാ ചൂണ്ടുവിരൽ ചൂണ്ടിട്ട് നിങ്ങളുടെ ഈ ആജ്ഞ ചക്രയിലേക്ക്, ഈ 2 പുരികത്തിന്റെ ഇടയിലേക്ക് നോക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം, ഇജിന്നെ മനസ്സിലാക്കിയിട്ടില്ല എന്ന് പറഞ്ഞു നോക്കാം. ചിലപ്പോ ആള് മൂത്രമൊഴിച്ചു പോകും. എന്തുകൊണ്ടാ? ആ ഒരു പവർ വരണമെങ്കിൽ ആ ചൂണ്ട് മർമ്മത്തിന് തന്നെയുള്ളൂ അവിടെ പ്രസക്തി. ചൂണ്ടാണി വിരൽ കൊണ്ട് തന്നെ ചൂണ്ടണം. അതാണ് ഇൻഡെക്സ് ഫിംഗർ എന്ന് പറയുന്നത്. ഇൻഡെക്സ് ചെയ്യാനുള്ള ആ ഫിംഗർ കൊണ്ട് തന്നെ ചൂണ്ടണം. എല്ലാത്തിനും കമാൻഡിങ് പവർ ഉണ്ട്, കമാൻഡിങ് സിസ്റ്റം ഉണ്ട് നമ്മൾ മനസ്സിലാക്കുക. ഇന്ന് മുതൽ ഞാൻ നിങ്ങളോട് ഉറപ്പിച്ച് പറയാം, നിങ്ങൾ മനസ്സിലേക്കാണ് കുറിച്ചോളി. എന്റെ ലീഡർ പറഞ്ഞിട്ട് വേണ്ട എനിക്ക് സൂം കേൾക്കാൻ.
എന്റെ ലീഡർ പറയേണ്ട, എനിക്ക് ഒരു ദിവസവും പോലും എന്റെ സൂമിന് നഷ്ടപ്പെടാതെ എനിക്ക് കേൾക്കണം എന്നുള്ള തീരുമാനമെടുക്കാൻ എന്റെ ലീഡറുടെ ആവശ്യമില്ല എന്നൊരു തീരുമാനങ്ങൾ എടുക്കുക. ഇന്നലെ റസാഖ് സാറാണ് എന്റെ MC ആയി വന്നത് എന്നുള്ളതിൽ ഞാൻ വളരെ സന്തോഷവാനാണ്. കാരണം ഇന്നലെ അഫ്സത്ത് മാഡം പറയുകയുണ്ടായി, അവിടെ എന്റെ ടീമിൽ നല്ല ആക്റ്റീവായി വർക്ക് ചെയ്യുന്ന ഒരു ലീഡറാണ് റസാഖ് സാർ എന്ന്. മറ്റുള്ള വർക്ക് ചെയ്തോ, ഇവൻ വർക്ക് ചെയ്തോ, ഇന്ന കൊടുന്നാൾ വർക്ക് ചെയ്തോ എന്നൊന്നും നോക്കാതെ ടീമിന്റെ ഭാവിക്ക് വേണ്ടി ഫ്യൂച്ചർ മനസ്സിലാക്കി പ്രവർത്തിക്കുന്ന ലീഡർ ആവുക എന്നതാണ് ഇതിൽ ഏറ്റവും വലിയ കാര്യം. എന്താ ലീഡർ എന്നെ നോക്കിയില്ല വിചാരിച്ച് ഡെസ്പായി മാറി നിൽക്കുകയല്ല. എനിക്ക് ഇതിലൊരു ഭാവിയുണ്ട്, എന്റെ കുടുംബത്തിന് ഇതിലൊരു ഭാവിയുണ്ട്, എന്റെ കുടുംബം ഇതിൽ രക്ഷപ്പെടുക തന്നെ ചെയ്യും. അതിന് ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടാലും വേണ്ടിയില്ല. എനിക്ക് അതൊരു വലിയ പ്രയാസമായിട്ട് തോന്നിയിട്ടില്ല. ഞങ്ങളെ കൊളത്തൂർ ടീമിലെ നാസർ ഖാനെ പോലെ, നാസർ ഖാൻ ഒരു ടീമിനെ വേണ്ടിയിട്ടുണ്ട് ഇറങ്ങി തിരിച്ചാല് ഒരു പ്രശ്നമായിട്ട് അത് കാണില്ല. ഒരു വിഷമവും ഒരു യാത്ര, ഒരു വെയില്, ഒരു മഴ, ഒരു കഷ്ടപ്പാടും അയാൾ തോന്നുന്നില്ല. അയാൾ ടീമിന് കൂടെ ഓടിക്കളിക്കാം, പവർ വീക്കെന്ന് നോക്കാതെ. അങ്ങനെ നോക്കിയവരോട് ഞാൻ സന്തോഷ വാർത്ത പറയാണ്. ഇന്ന് നിങ്ങൾക്ക് കുറച്ച് പ്രയാസം വന്നിട്ടുണ്ടെങ്കിൽ, ഇന്നലെ എന്നോട് പളനി സാറ് വരെ കൈ തന്നിട്ട് എന്നോട് പറഞ്ഞു, നിങ്ങൾ ഇന്ന് സഹിക്കുന്ന ത്യാഗങ്ങൾക്കൊക്കെ നാളെ വലിയ സമ്പന്നനാവാനും വലിയ സമ്പത്ത് വന്നു ചേരുന്നതും കാണാനും നമുക്ക് സാധിക്കട്ടെ എന്ന് എൻ്റെ ഒരു മെന്റർ എനിക്ക് കൈ പിടിച്ച് വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ, ഞാനും പറഞ്ഞു ഒരു 3 മാസം എനിക്ക് തരൂ. ആ 3 മാസം കൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഞങ്ങളുടെ ടീമിന്റെ ശക്തി ഞാൻ തെളിയിച്ച് കാണിച്ചു തരുന്നു. ഞാൻ പറഞ്ഞു ഒക്ടോബർ 10 എന്നുണ്ടെങ്കിൽ ആ ഒക്ടോബർ 10-ന് 13 ലക്ഷത്തിന്റെ ഒരു കാറ് ഞാൻ ഇറക്കുന്നത് ഞാൻ കാണിച്ചു തരാമെന്ന് ഞാൻ പറഞ്ഞു. ചുരുക്കി പറഞ്ഞാൽ സുഹൃത്തെ, ഇങ്ങനെ പറയാനും അവരുടെ മുമ്പിൽ ഇത് പറഞ്ഞ് പ്രചരിപ്പിക്കാനും കഴിയുന്നതൊക്കെ ആ വ്യക്തിബന്ധങ്ങൾ, ഹൃദയത്തോട് സംസാരിക്കുകയാണ്. അവിടെ ചെവിട് കൊണ്ടല്ല, കാത് കൊണ്ടല്ല, സംസാരം നാവ് കൊണ്ടല്ല, അവിടെ ഹൃദയം കൊണ്ട് സംസാരിക്കുകയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അവിടെയാണ് നമുക്കൊരു ലീഡർ ഉണ്ടല്ലോ എന്നുള്ള ഒരു തീരുമാനം. എത്ര വ്യാജ കമ്പനി വന്നാലും, എന്ത് വലിയ പ്രലോഭനങ്ങൾ കൊണ്ടൊരു കമ്പനി വന്നാലും, നമുക്ക് മൈലൈഫിൽ ഇത്ര വർഷം വർക്ക് ചെയ്തിട്ട് എനിക്ക് ഇത്രയല്ലേ കിട്ടിയിട്ടുള്ളൂ എന്ന് ചോദിക്കണ ഒരുത്തം വന്നാലും അവൻ പൊട്ടനാണെന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു പ്ലാൻ നമ്മളെ കയ്യിലായിരിക്കണമെന്ന് ഓർക്കണം. നമ്മുടെ കമ്പനി കൊടുക്കുന്ന ഒരു TDF കൊടുക്കുന്ന മറ്റൊരു കമ്പനിയും ഇല്ല സുഹൃത്തെ, അത് മനസ്സിലാക്കണം. TDF എന്ന് പറഞ്ഞാൽ എന്താ? ഒരു ലീഡർക്ക്, ആ ലീഡർക്ക് നിർണിതമായ വരുമാനം കമ്പനി ആഴ്ചയിൽ കൊടുത്തിട്ടുണ്ട്. ഇനിയും കമ്പനി ഒരു വർഷം തികയുമ്പോ അതിന്റെ ഒരു 35% കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് TDF, ടീം ഡെവലപ്മെന്റ് ഫണ്ട്. എന്നാൽ നാളിതുവരെ അത് കിട്ടാതെയും ടീമിന് വേണ്ടി എണ്ണയടിച്ച് ടയർ തേച്ച് വീട്ടിലും പറമ്പിലും കുടുംബത്തിലും ഭാര്യ കുടുംബ ജീവിതത്തിലും പ്രശ്നങ്ങൾ അനുഭവിച്ച് നമുക്ക് മാതൃക തന്ന ലീഡേഴ്സിന് എല്ലാവരും ഒരു പൂവ് കൊടുക്ക്. കാരണം അവർക്കൊന്നും TDF കിട്ടിയിട്ടില്ല. കമ്പനി ഇപ്പോഴാണ് TDF പാസ്സാക്കിയത്. നമ്മളെ ലീഡേഴ്സിന് ഹൃദയം നിറഞ്ഞ ഒരു തമ്പ് കൊടുക്കുക, അല്ലെങ്കിൽ ഒരു ഫ്ലവർ ഇട്ട് കൊടുക്കുക. അവരൊക്കെ നമുക്ക് വേണ്ടി സഹിച്ച ത്യാഗങ്ങൾ. ബിജു സാറൊക്കെ എത്ര എണ്ണ അടിച്ചിട്ടുണ്ടാവും, എത്ര കിലോമീറ്റർ ഓടിയെന്ന് മനസ്സിലാക്കിയാൽ പോരെ, എണ്ണന്റെ വില വെച്ച് നോക്കിയാൽ പോരെ നമ്മുടെ ടീമിൽ അവരെത്ര വന്നു, എന്നിട്ട് നമ്മൾ എന്ത് ഔട്ട്പുട്ട് കൊടുത്തു. ഔട്ട്പുട്ടാണ് ഇവിടെ പ്രധാനം. ഇപ്പൊ നമുക്കറിയാലോ, നമ്മളൊരു പശുവിനെ വളർത്തുന്ന ആളാണെങ്കിൽ നമ്മളൊരു 250 രൂപന്റെ പുല്ലും പിണ്ണാക്കും ഇലകളും ഒക്കെ അതിന് കൊടുത്തു. പാല് കിട്ടിയ 150 റുപ്യാണെങ്കിൽ ഔട്ട്പുട്ട് ഇല്ല എന്നർത്ഥം. 250 റുപ്യ ചെലവാക്കിയിട്ട് വരുമാനം എത്ര ഉണ്ടായത്? 150 റുപ്യയുടെ പാല്. ശരിയാവൂല കേട്ടോ. നമ്മൾ 250 റുപ്യക്ക് പാലും പുല്ലും കൊടുത്തിട്ട് നമ്മളെ സേവനം കൊടുത്ത പശുവിൽ നിന്ന് ചുരുങ്ങിയതൊരു 500, 600, 1000 രൂപന്റെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ കഴിയണം. അപ്പൊ ബിജു സാറ് നമ്മളെ വീട്ടിൽ വന്നാൽ, ലീഡർമാരെ എണ്ണ അടിച്ച് നമ്മളെ വീട്ടിൽ വന്നാൽ, അവിടെ ലീഡേഴ്സിന് സ്നേഹവും സന്തോഷവും തോന്നണമെങ്കിൽ നമ്മുടെ ടീമിന് അത് ശക്തമായിട്ട് ലീഡറുടെ പ്രയത്നത്തിന് വിലയിടാൻ കഴിയണം. ഒരു ടീച്ചർ 5 മിനിറ്റ് നേരം വൈകി കടന്നു വന്നപ്പോ ഹെഡ് മാസ്റ്റർ വല്ലാതെ ചൂടായപ്പോ ടീച്ചർ പറഞ്ഞൊരു വാചകമുണ്ട്, ഇന്റെ 5 മിനിറ്റേ വൈകിട്ടുള്ളൂ, പക്ഷെ ഇന്നെ കാത്തിരിക്കുന്ന കുട്ടികളുടെ ഓരോരുത്തർ 5 മിനിറ്റ് വൈകിയത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എത്ര മണിക്കൂർ, 300 മണിക്കൂറായി ഇപ്പൊ നഷ്ടപ്പെട്ടത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ ഇന്നൊന്ന് പറഞ്ഞേക്കത് സമയം കളയല്ലേ. ഈ സമയത്തിന് മൂല്യം കൊടുക്കണം. എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, സമയത്തിന്. ഞാൻ ഇന്ന് രാത്രി 3 മണിക്ക് ഓരോ ഗ്രൂപ്പിലുണ്ട്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയോ. ഇന്ന് 3 മണിക്ക് രാത്രി 3 മണിക്ക് ഉണർന്നിട്ട് ഈ പണി ചെയ്യുന്നുണ്ടെങ്കിൽ, ഇന്നലെ ഞങ്ങൾ എല്ലാവരും കിടന്നുറങ്ങുന്നത് രാത്രി 1.5 മണിക്ക് രാത്രി മീറ്റിംഗ് കഴിഞ്ഞ് 2 മണി 2:30 ഉറങ്ങുന്നത്. 4:20 ഞങ്ങൾ എല്ലാവരും എണീച്ചിട്ടുണ്ട്. ഞങ്ങൾ എല്ലാവരും ഇന്നലെ സൂമിൽ വന്നത് തെളിവല്ലേ? ആരെങ്കിലും കിടന്നുറങ്ങിക്കണം അവിടെ? അലികുന്നു സാറ്, ബാപ്പു തങ്ങള്, ഞാന്, ചേറു സാറ്, എല്ലാരും നിങ്ങളോട് ഇന്നലെ സംസാരിച്ചതല്ലേ.
ഇതുണ്ടല്ലോ, ഈ ഉറക്കും വർക്കും തമ്മിലുള്ള ബന്ധം ഉണ്ടല്ലോ. ഒന്നുകിൽ നിങ്ങൾ ഉറങ്ങിക്കോ, നിങ്ങൾക്ക് വർക്ക് ഉണ്ടാവില്ല. ഉറക്കൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് ഉറങ്ങാട്ടോ. ഇപ്പൊ നിങ്ങൾ വർക്ക് ചെയ്യ്. ഏതെങ്കിലും ഒരാൾക്ക് ഇതിൽ പരാതി ഉണ്ടോ? ഇന്നെന്റെ ലീഡർ പരിഗണിക്കണില്ലാന്ന്? ഞാൻ പറയാണ്, ഇന്റെ ലവ് ലൈൻ ആണോ അല്ലേ നോക്കണ്ട, എന്നെ നിങ്ങൾ ഉപയോഗപ്പെടുത്തിക്കോ. ഞാൻ നിങ്ങൾ ഏതോ ടീം ആയിക്കോട്ടെ, നിങ്ങൾക്ക് മൈ ലൈഫ് പറഞ്ഞു തരാൻ ആരുമില്ലേ, ഞാൻ പറഞ്ഞുതരാം വന്നിട്ട്. അല്ലെങ്കിൽ എന്റെ വീട്ടിലേക്ക് പോര്, ഞാൻ നിങ്ങളെ സ്വാഗതം ചെയ്യാണ്. ടീം സക്സസ് അതാണ്. ബെല്ലി സാറിന്റെ ടീം അതാണ്. എല്ലാരും കോർത്ത് പിണിക്കുന്ന ടീമാ. ആരും വിട്ടു നിർത്തുന്ന, മാറ്റി നിർത്തുന്ന ടീമല്ല. നിങ്ങൾ മനസ്സിലാക്ക്. ആർക്കെങ്കിലും ഒരു വിഷമം അനുഭവിക്കാതിരിക്കണമെന്ന് മാത്രമാണ് നമ്മുടെ പ്രാർത്ഥന. മൈ ലൈഫിൽ വന്നൊന്നും കിട്ടിയില്ല എന്ന് പറയുന്ന ആളുകൾ ദയവ് ചെയ്ത് ഉണ്ടാവാതിരിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിക്കാണ്. ആർക്കും തോന്നുന്നുണ്ടോ മൈ ലൈഫിൽ നിന്നൊന്നും കിട്ടിയില്ല എന്ന് പറയുന്ന ഒരാളോട് ചോദിക്കാനുള്ള ഒരേ ഒരു ചോദ്യം, നിനക്ക് മൈ ലൈഫിനെ കുറിച്ച് എന്തറിയാമെന്നാണ്. ഞാൻ കുറെ വർക്ക് ചെയ്തിട്ട് എനിക്കൊന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞാൽ, നിന്റെ വർക്ക് എവിടെയായിരുന്നു? ഇവിടെ തന്നെ ആയിരുന്നു അല്ലെങ്കിൽ ആകാശത്തായിരുന്നോ? ഞങ്ങൾക്കറിയില്ല. അവിടെ ഉണ്ടല്ലോ മനുഷ്യന്മാരൊക്കെ. ഞങ്ങൾ നിന്നെ കണ്ടിട്ടില്ല, GTSലൊന്നും നിന്നെ ഞങ്ങൾ കണ്ടിട്ടില്ല, നിന്നെ ഞങ്ങൾ സൂം മീറ്റിങ്ങിലൊന്നും കണ്ടിട്ടില്ല. നീ എന്ത് വർക്ക് ചെയ്തു എന്നാ പറയണത്? ഒന്നും മനസ്സിലായില്ല. ചില ആൾക്കാർ പറയാം, ഞാൻ 2-3 സോപ്പൊക്കെ വാങ്ങിയിട്ട് എനിക്ക് വരുമാനം ഒന്നും വന്നിട്ടില്ല എന്ന്. എന്താ മനസ്സിലാക്കിക്കണത് അവർ മൈലൈഫ്? ആത്മാർത്ഥമായിട്ട് ഞാൻ പറയട്ടെ, നമ്മുടെ ടീം ലീഡേഴ്സ് നമുക്ക് തരുന്ന കമാൻഡിങ്ങുകളൊക്കെ നമ്മോടുള്ള ഇഷ്ടം കൊണ്ടായിരുന്നു, സ്നേഹം കൊണ്ടായിരുന്നു എന്ന് പിന്നീടെങ്കിലും നമ്മൾ ഓർക്കുന്ന ഒരു സമയം ഉണ്ടാവും. ആ സമയത്ത് ഞാൻ നിങ്ങളോട് പറയാണ്, കണ്ണിൽ നിന്ന് 2 തുള്ളി കണ്ണീരൊഴുകും. അപ്പോൾ ആ കണ്ണുനീര് നിങ്ങൾ സജലങ്ങളായ ഇരു കവിൾ തടത്തിലൂടെ ഒലിച്ചിറങ്ങുന്ന കണ്ണുനീർ പടച്ചു തമ്പുരാന്റെ മുമ്പിൽ സാക്ഷിയായിരിക്കും. നിങ്ങളുടെ ലീഡർ നിങ്ങൾക്ക് വേണ്ടി കുറെ ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട്. സ്വന്തം കുടുംബത്തിന് കൊടുക്കേണ്ട സമയം, ഭാര്യക്കും മക്കൾക്കും ഹാപ്പിനെസ്സിന് കൊടുക്കേണ്ട സമയം മാറ്റിവെച്ചാണ് നിങ്ങളുടെ ലീഡർ നിങ്ങളെ വീട്ടിൽ വന്നിരുന്നത്, നിങ്ങളുടെ ടീമിന് വന്നിരുന്നത്, നിങ്ങളുടെ കുടുംബത്തിൽ വന്നിരുന്നത്, നിങ്ങളുടെ ടീം വർക്കിന് വന്നിരുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു സമയം വരും. അപ്പൊ നിങ്ങളെ കണ്ണിൽ നിന്ന് കണ്ണുനീര് സാക്ഷികളാവും. ഒരു കാര്യം പറയട്ടെ, ദയവ് ചെയ്ത് അങ്ങനെ കണ്ണുനീര് ഉറ്റാണെങ്കിൽ നിലത്ത് വീഴാൻ സമ്മതിക്കരുത്. നിലത്ത് വീണ പണി കിട്ടും. അത് നിലത്ത് വീഴാതെ സൂക്ഷിച്ചോളണം. കാരണം ഒരു ടീമിന്റെ ലീഡർ അത്രയും നന്മക്കാണ് ഈ ഓടിക്കളിക്കുന്നതൊക്കെ. അല്ലെങ്കിൽ ഞങ്ങൾ ഇന്നലെ ആ തണുത്ത് കോച്ചുന്ന മലം കോച്ചുന്നിടത്തേക്ക് ഇന്നലെ റഫീഖ് സാറ് മോട്ടോർ സൈക്കിൾമ കയറി എന്റെ വീട്ടിൽ വന്നു. ആ വണ്ടി ഇവിടെ നിർത്തിയിട്ട് എന്റെ വണ്ടിമ കയറിയിട്ട് വെട്ടിച്ചിറ പോയി. അവിടെ നിന്ന് വേറൊരു കാറിൽ കയറിയിട്ട് കോഴിക്കോട് വരെ പോയി. അവിടെ നിന്ന് ഉമർ ഉസ്താദിന്റെ കാറിലാണ് പിന്നെ പോകുന്നത്, അല്ലേ? ഇവിടുത്തെ കാറായിട്ട് ഞങ്ങൾ പോയിട്ട് കൊളപ്പുറത്ത് പോയി ചേറൂർ സാറിന്റെ കാറിൽ കയറി, 4ാമത്തെ വണ്ടിയായി. ചേറൂർ സാറിന്റെ കാറ് കുറച്ചങ്ങോട്ട് പോയി ഉമർ ഉസ്താദിന്റെ വണ്ടിയായി. 5 വണ്ടിയിലാ പോയത് ഇന്നലെ. ഒരാളാ പറഞ്ഞു, ഒരു വ്യക്തി 5 വാഹനം കയറി തിരിച്ചെത്തിയപ്പോ 5 വാഹനം കയറി വീട്ടിലെത്തുമ്പോഴേക്കും ക്ഷീണത്ര ഉണ്ടാവും, പ്രയാസത്ര ഉണ്ടാവും. അതുകൊണ്ടാ പറഞ്ഞത്, നിങ്ങളോട് പറയുന്ന ഒരു വാചകം, അതിന് മറുപടി നമ്മൾ ഇപ്പോൾ തന്നെ ചെയ്യണം. ഇന്ന് നിങ്ങൾ ബാത്റൂമിൽ പോയപ്പോ കുളിമുറിയിൽ ചെന്നപ്പോ വെള്ളമില്ല, പരിഹാരം കാണണം. കറണ്ട് ഇല്ലേ? കറണ്ട് ഉണ്ട്. മോട്ടർ ഇട്ടോ? മോട്ടർ ഇട്ടു. എന്നിട്ട് എന്താ? മോട്ടറിൽ വെള്ളം എടുക്കണില്ല. പരിഹാരം അവിടെ കിടക്കട്ടെ, അടുത്ത ആഴ്ച നമുക്ക് പരിഹാരം കാണാം. അങ്ങനെയാണോ? ഇന്ന് തന്നെ നമ്മൾ അതിന് ഏർപ്പാട് ചെയ്യൂലേ? അവൻ വിളിക്കൂലേ? വിളിച്ചിട്ട് അവൻ ഫോൺ എടുക്കണില്ല. നമുക്കിവിടെ മോട്ടർ എന്നാക്കലാണ് ആവശ്യം. വിളിച്ചിട്ട് അവൻ ഫോൺ എടുക്കണില്ല, എന്ത് ചെയ്യും? ഫോൺ എടുക്കണില്ലെങ്കിൽ ഓനെ കിട്ടാൻ പല മാർഗവും തേടി. ഓന് പോയി നോക്കിയപ്പോ അവിടെ ഇല്ല. 2ാമത്തെ ദിവസം 3ാമത്തെ ദിവസം എത്ര സഹിക്കും നിങ്ങൾ വെള്ളമില്ലാതെ? എന്നാൽ നിങ്ങളുടെ കുഞ്ഞു മക്കളുടെ ദാഹജലത്തിന് വേണ്ടിയാണ് ഈ ലീഡർമാർ ഓടുന്നത്. നിങ്ങൾ വരാനിരിക്കുന്ന നിങ്ങൾ പേരക്കുട്ടികൾക്ക് വേണ്ടിയാണ് ലീഡർമാർ ഓടുന്നത്. നിങ്ങൾ 3 തലമുറ പട്ടിണി ആവരുതേ എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഈ വെയിൽ കൊള്ളുന്നത് കഷ്ടപ്പാടായി തോന്നാതെ, ഈ മഴയൊന്നും പ്രയാസമായി തോന്നാതെ, ഈ ഉറക്കൊഴിവാക്കുന്നതും അതിന്റെ ബാക്കി ഭാഗമായി വരുന്ന ക്ഷീണങ്ങളൊന്നും പ്രയാസമായി മനസ്സിലാക്കാതെ നിങ്ങളുടെ ടീമിന് വേണ്ടി ഓടിക്കളിക്കുന്നത് എന്നുള്ള തിരിച്ചറിവ് നിങ്ങൾക്ക് ഉണ്ടാവണം എന്ന് ഈ സമയത്ത് പറയാൻ ഞാൻ ഓർമ്മ വെക്കാണ്. 2ാമത്തെ ഒരു കാര്യം നിങ്ങളോട് പറയുന്നത്, ഉയരങ്ങൾ കീഴടക്കണമെങ്കിൽ എന്നുണ്ടെങ്കിൽ എഫേർട്ട് ആവശ്യമാണ് എന്ന് നമുക്ക് തിരിച്ചറിവുണ്ടാവണം. മനസ്സിലായില്ലേ? ഒരാവശ്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് എഫേർട്ട് ഇടാൻ തയ്യാറായെങ്കിലേ ഉയരങ്ങളെ കീഴടക്കാൻ കഴിയുള്ളൂ. ഒരു കാര്യം എഴുതി വെച്ചോളിട്ടോ, ആഗ്രഹിച്ചത് നേടണമെങ്കിൽ ചില സുഖങ്ങളെ ത്യജിക്കേണ്ടി വരും. അത് എഴുതി വെച്ചോളി. അതല്ലോ ലോകത്ത് ആകെ ഒരു ശാസ്ത്രം ഞാൻ പഠിച്ചിട്ടുള്ളൂ. ആഗ്രഹങ്ങൾ നേടണമെങ്കിൽ സുഖങ്ങളെ ചിലതൊക്കെ മാറ്റി വെക്കേണ്ടി വരും. ഭാര്യ, മക്കള്, കുടുംബം, അത്താണി, കല്യാണം, കളിയാട്ടം, നിക്കാഹ്. ഇന്നലെ എന്റെ എളാപ്പാന്റെ മോന്റെ നിക്കാഹാണ് മിഞ്ഞാന്നവിടെ. ഞാൻ എന്റെ തറവാട്ടിലെ നിക്കാഹിൽ പങ്കെടുക്കാതെ ലീഡേഴ്സ് മീറ്റിൽ പോണത്. ഞാൻ അവിടെ എത്തിയതിനു ശേഷമാണ് പിറ്റേ ദിവസം എന്റെ കുടുംബത്തിലൊരാൾ മരണപ്പെട്ടു എന്ന് അറിയുന്നത്.
അതിന്റെ തലേ ദിവസം ഞാനിങ്ങനെ വയനാട്ടിലേക്ക് പോവല്ലേ, സുഖമില്ലാത്ത രോഗിയല്ലേ എന്നും പറഞ്ഞ് ആ രോഗിനെ സന്ദർശിക്കാൻ വേണ്ടി പോയി, തലോടി കൊടുത്ത് ഉപദേശങ്ങളൊക്കെ കൊടുത്ത് കുറെ മന്ത്രങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് പോന്നതിന്റെ സന്തോഷം പിറ്റേ ദിവസം അയാൾ മരിച്ചു. ഒന്ന് ആലോചിച്ച് നോക്ക്. ചുരുങ്ങിയ ഒരു സമയമാണെങ്കിലും അത് ഉപയോഗപ്പെടുത്താൻ നമ്മൾ നോക്കണം. ടീമിന് വേണ്ടി പ്ലാനിങ് ഉണ്ടാക്കണം എന്നാ മൂന്നാമത്തെ കാര്യം. ടീമിന് വേണ്ടിയുള്ള പ്ലാനിങ്, ടീം വളരാനുള്ള പ്ലാനിങ്. അല്ലാതെ എനിക്ക് പൈസ ഇട്ടാൻ, എനിക്ക് കാർ ഇട്ടാൻ, എനിക്ക് വീടാക്കാനല്ല ഇത്. എന്റെ ടീമിൽ വന്ന ഒരാൾക്ക് വീട് വെച്ചു കൊടുക്കണം, എന്റെ ടീമിൽ വന്ന ഒരാൾക്ക് വാഹനം ഉണ്ടാക്കി കൊടുക്കണം. അവൻ വാഹനം എടുക്കുമ്പോ ആ വാഹനത്തിനേക്കാൾ പവറുള്ള ഒരു വാഹനം എന്റെ ടീമിൽ എന്റെ മുറ്റത്ത് വന്ന് നിന്നിട്ടുണ്ടാകും നമ്മൾ മനസ്സിലാക്കണം. എന്റെ മുമ്പിലിരിക്കുന്ന മുജീബ് സാർ ഗൾഫിൽ നിന്നാണ് ഇത് അറ്റൻഡ് ചെയ്യുന്നത്. മുജീബ് സാർക്ക് ഒരു 5000 രൂപ അക്കൗണ്ടിലേക്ക് വന്നാൽ ധാരാനിക്ക് 10,000 വരുമല്ലോ. പിന്നെന്തിനാണ് മുജീബ് സാർക്ക് 5000 ഉള്ളത് 10,000 ആക്കി കൊടുക്കാൻ ശ്രമിച്ചിരിക്കുന്നതിന് കുഴപ്പമുള്ളത്? മുജീബ് സാർക്ക് 5000 ഉള്ളത് 10,000 ആക്കാനുള്ള ശ്രമമാണ് ലീഡർ പറയുന്നത്. മുജീബ് സാറെ, നിങ്ങളെ വീട്ടിലൊരു ഹോം മീറ്റിംഗ് വെക്ക്, ഒരു 50,000 രൂപന്റെ പ്രൊഡക്റ്റ് എങ്കിലും എടുക്കാനുള്ള ഒരു എഫേർട്ട്, ഒരു പ്ലാനിങ്, ഒരു വേദന, ഒരു ചേഞ്ചിങ്ങിന്റെ വേദന ഉണ്ടാക്ക് നിങ്ങൾ ആദ്യം. അതാണ് പറയുന്നത് പെയിൻ മേക്ക് കമ്മിറ്റ്മെന്റ് എന്ന്. വേദനകളൊക്കെ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ടാക്കി തരും. കമ്മിറ്റ്മെന്റ് ഇസ് ഈക്വൽ ടു സക്സസ്. നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനത്തിൽ കമ്മിറ്റ്മെന്റ് ഉണ്ടെങ്കിൽ അതാണ് വിജയം എന്നുള്ളത്. വിജയിക്കണോ? കമ്മിറ്റ്മെന്റ് വേണം, പ്രവർത്തനം വേണം. അപ്പൊ നമ്മൾ പറയുന്നത് വേദനയില്ലാതെ നോ പെയിൻ നോ ഗെയിൻ. വേദന ഇല്ലെങ്കിൽ വിജയമില്ല. വിജയമുണ്ടോ? വേദന ഉണ്ട്. യൂസുഫ് അലി വിജയിച്ചത് എങ്ങനെ? വേദനിച്ചു കൊണ്ടാണ്. യൂസുഫ് അലി വിജയിച്ച പോലെ നേരിട്ട് വിജയത്തെ കീഴടക്കാൻ പറ്റിയ ഒരു ഓപ്ഷൻ ലോകത്തില്ല. കാരണം ലോകത്തെ കീഴടക്കി ഏതൊരാളോടും അയാളുടെ പ്രതിസന്ധികൾ ചോദിച്ചാൽ നമ്മുടെ കണ്ണിൽ നിന്ന് സജലങ്ങളായി കണ്ണുനീരൊഴുകും. കാരണം അയാൾ പട്ടിണി കിടന്നത്, അയാളെ കുടുംബം അയാളെ പുറന്തള്ളിയത്, അയാളെ മക്കൾ അയാൾ മിണ്ടാതെ നടന്നത്, മരുമക്കൾ അയാളെ കുറിച്ച് ശകാരിച്ചത് എല്ലാം അതിൽ കടന്നു വരും. 36 വർഷം യൂസുഫ് അലി എന്ത് സഹിച്ചു എന്നുള്ളത് ജനങ്ങൾക്ക് ആവശ്യമില്ല. 36ാമത്തെ വർഷമായ യൂസുഫ് അലി ആവാൻ, കോടീശ്വരനാവാൻ മാത്രമാണ് ജനങ്ങൾക്ക് ആവശ്യം. നടക്കൂല. ഇത് ക്യാപ്സൂൾ അല്ല. നെറ്റ്വർക്കിന്റെ ക്യാപ്സൂൾ വാങ്ങിയിട്ട് ഒന്നും ഇത് 2 നേരം കഴിച്ചാൽ നിങ്ങൾ നെറ്റ്വർക്കിലെ ലീഡർ ആകൂല. പോം വഴികളില്ല. അതാ പറഞ്ഞത് ടീമിന് വേണ്ടിയുള്ള പ്ലാനിങ് ഉണ്ടാക്കണം. എനിക്ക് വേണ്ടിയുള്ള പ്ലാനിങ് അല്ല. ഇന്നലെ ബിജു സാറോട് നമ്മളെ ബൽനി സാറ് രസകരമായിട്ട് പറഞ്ഞു കൊടുത്തു, ബിജു നമുക്ക് വേണ്ടിയുള്ള പ്ലാനിങ് അല്ല, ടീമിന് വേണ്ടിയുള്ള പ്ലാനിങ് ഉണ്ടാവണം. ഒരു കുളത്തിലോ ഒരു പുഴയിലോ കടലിലോ മീൻ പിടിക്കാൻ പോകുമ്പോ മീനിന് വേണ്ടിയുള്ള ഇരയാണ് അതിമ വെക്കേണ്ടത്. നമുക്കിഷ്ടം ആപ്പിൾ ആയിരിക്കും. അത് വിചാരിച്ചിട്ട് ആപ്പിൾ ആയ്മ കുളത്തി വെച്ചാൽ മീൻ കൊത്തൂലാന്ന്. അതിന് കുടലോ അല്ലെങ്കിൽ ഞാഞ്ഞൂലോ അതല്ലെങ്കിൽ മണ്ണിരകയോ മറ്റെന്തെങ്കിലും ജീവജാലങ്ങളെയാണ് അതിലേക്ക് കൊളത്തി വെച്ച് കൊടുക്കേണ്ടത്, ചൂണ്ടയിലേക്ക്. എന്നാലേ അത് കൊത്തുള്ളൂ. അതിനാവശ്യമുള്ളത് ഇട്ട് കൊടുക്ക്, അത് വരട്ടെ. അതിന് കിട്ടണം, അതിന് സ്വന്തമാക്കണം എന്നുണ്ടെങ്കിൽ അവിടെയാണ് ചെയ്യേണ്ടത്. എനിക്ക് വേണ്ടിയുള്ള ടീമിനെ വളർത്തലല്ല, ടീമിന് വേണ്ടിയുള്ള നമ്മളാവലാണ് ഇവിടുത്തെ ലീഡർഷിപ്പ്. ടീമിന് വേണ്ടി ഞാൻ മാറണം, ടീമിന് വേണ്ടി ഞാൻ ഒരുങ്ങണം. നിങ്ങളൊന്ന് ആലോചിച്ചു, ഇപ്പൊ കോട്ടിട്ടില്ലെങ്കിൽ എന്താ ക്ലാസ് കേൾക്കൂലേ? എന്റെ ഡ്രസ് കോഡ് ഇല്ലെങ്കിൽ എന്താ ക്ലാസ് കേൾക്കൂലേ? ഞങ്ങളെ വണ്ടി ചെറിയൊരു പ്രശ്നത്തിന്റെ പേരിൽ അവിടെ മാറ്റി നിർത്തിയിടുന്ന സമയത്ത്, ഞങ്ങളൊരു വീട്ടിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് എനിക്കും റഫീഖ് സാർക്കും അലി സാർക്കും ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, ഇവിടെ ഈ വാഹനം ഒന്ന് നിർത്തട്ടെ, നാളെ ഞങ്ങൾ വരുള്ളൂ കേട്ടോ എന്ന് പറയാൻ പോകുമ്പോൾ ഞങ്ങൾക്കുള്ള ഒരു കോൺഫിഡൻസ് തന്നത് ഞങ്ങളുടെ ഡ്രസ് കോഡാണ്. ഞാൻ പറഞ്ഞു, നമ്മളൊരു പ്രശ്നക്കാരല്ലാന്നും നമ്മളൊരു ഐക്യമുള്ള നല്ല ലീഡർഷിപ്പ് ഉള്ളവരാണെന്നൊക്കെ അവർക്ക് തോന്നും. നമ്മളുടെ ഈ ഡ്രസ് കോഡിനെ കണ്ടാൽ മതി എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആവേശത്തോടെ ഞങ്ങൾ ഇൻസൈഡ് ഒക്കെ ചെയ്തിട്ട് ഞങ്ങൾ അങ്ങോട്ട് കയറി ചെല്ലണ്. അപ്പൊ തന്നെ അവര് വന്നിട്ട്, ഓ കുഴപ്പമില്ല, എവിടെ നിർത്തിക്കോളി, സന്തോഷം എന്ന് പറഞ്ഞു. മനസ്സിലായില്ലേ? അങ്ങനെ ഒരു ടീം നമ്മളിലേക്ക് ആകർഷിക്കണമെങ്കിൽ വികർഷിക്കാനുള്ളതല്ല ചെയ്യേണ്ടത്, ആകർഷണ യന്ത്രങ്ങളായി നമ്മൾ മാറുകയാണ് ചെയ്യേണ്ടത്. നമ്മുടെ ടീമിൽ നമ്മളെ പുഞ്ചിരി നിലനിർത്തുക. എല്ലാരും ഒന്നും കൂടി ചിരിക്കും, എന്റെ എനർജി പോയി. എല്ലാരും ഒന്ന് ചിരിച്ചാണ്. ചിരിക്കുന്നതിന് ഒരു തടസ്സമില്ലല്ലോ. സദക്ക സാറും ഉമ്മർ സാറും ഷുഹൈബ് സാറും നമ്മളെ വാക്കയാട് ഉസ്താദ്, തീരെ ചിരിക്കാത്തതിന്റെ ഒരു അപ്ലൈൻ ഉണ്ട് ഇവിടെ. അപ്ലൈനോടെ സിദ്ദീഖ് ഉസ്താദ് ആചരിച്ചു. മതി, സന്തോഷം. ഓക്കെ ട്ടാ. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞത് ടീമിന് വേണ്ടിയുള്ള പ്ലാനിങ് ഉണ്ടാക്കുകയാണ് നമ്മളുടെ ലക്ഷ്യം. നിങ്ങൾ എല്ലാവരും തയ്യാറാണോ? ഈ ഒരാഴ്ച നിങ്ങളെ ലീഡറെ നിങ്ങളെ വീട്ടിലേക്ക് ക്ഷണിക്കുമെന്ന് വാക്ക് തരാൻ പറ്റുമല്ലോ? ഒന്ന് തമ്പ് ചെയ്താണ്. നിങ്ങളുടെ ലീഡറെയോ ലീഡറുടെ ലീഡറെയോ നിങ്ങൾ ബഹുമാനിക്കുന്ന നിങ്ങളുടെ ലീഡറെ നിങ്ങളെ വീട്ടിലേക്ക് ഈ ആഴ്ച തന്നെ ക്ഷണിക്കും. ഹോം മീറ്റിംഗ് അറേഞ്ച് ചെയ്യാനൊക്കെ നിങ്ങളെ ഇഷ്ടവും സ്നേഹവും ടീമിന്റെ വളർച്ചയാണ്. നിങ്ങൾ ക്ഷണിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇപ്പൊ മുജീബ് സാറെ ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് ക്ഷണിച്ചാൽ ഗൾഫിൽ നിന്ന് വരൂല. ആ ധൈര്യത്തിൽ മുജീബ് സാറെ വരി, നമുക്ക് കോഴിയൊക്കെ ഉണ്ടാക്കണം, നിങ്ങൾ ഇങ്ങോട്ട് വരി എന്ന് പറഞ്ഞ ആ ക്ഷണമല്ല ഇത്.
മുജീബ് സാർ വരില്ല എന്നുള്ള ധൈര്യത്തിലുള്ള ക്ഷണമല്ല, വരാൻ വേണ്ടി ക്ഷണിക്കാം. ഇല്ലെങ്കിലുണ്ടല്ലോ ഇത് ഒളിച്ചും മറിച്ചും പാത്തും വെച്ച് ചെയ്ത് നടന്നാൽ ബിസിനസ്സിന് ഒന്നും ആവൂല കേട്ടോ. ഞാൻ പറയാണ്, നിങ്ങൾക്ക് തേനീച്ചയെ പോലെ തേനുണ്ടാക്കാനുള്ള ഒരു സ്കില്ലുണ്ടെങ്കിൽ തേൻ ആൾക്കാരെടുത്തുണ്ടായിക്കോട്ടെ. നിങ്ങൾക്ക് പുതിയ തേനുണ്ടാക്കാൻ അറിഞ്ഞാൽ മതി. ഇവിടെ പുതിയ ടീം വരട്ടെ, പഴയവരെ ഒഴിവാക്ക്. ഈ പഴയവരുടെ സ്വഭാവവും നിരീക്ഷണവും ഒക്കെ കഴിഞ്ഞിട്ടൊന്നും നിങ്ങൾ വളരുന്ന കരുതണ്ട. നിങ്ങളെ സമയമാണ് അവർ അപഹരിച്ചെടുക്കുന്നത്. ഞാൻ ഒരിക്കലും ഇതിന് എന്റെ ടൈമിനെ അനുവദിച്ചു കൊടുക്കൂല. എന്റെ ടീമിൽ നിൽക്കുന്നവരോട് ധൈര്യമായിട്ട് ഞാൻ പറയും, നിങ്ങളെ വീട്ടിൽ ഞാൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കൊണ്ട് ഉപകാരം ഉണ്ടെങ്കിൽ എന്നെ ക്ഷണിച്ചാൽ മതി. നിങ്ങൾ ടീമിന് ഉപകാരം ഉണ്ടെങ്കിൽ എന്നെ ക്ഷണിച്ചാൽ മതി. അല്ലാതെ നിങ്ങളുടെ വീട്ടിൽ നിന്ന് കിട്ടുന്ന വെള്ളവും നിങ്ങളെ കിട്ടുന്ന നമ്മളൊരു പെണ്ണ് കാണാൻ പോയാല് അവിടുന്ന് നമ്മൾ മിഠായി കൊടുക്കാതെ പോരും. എന്തുകൊണ്ടാ? മിഠായി കൊടുത്താൽ അതിനർത്ഥം പെണ്ണിനെ പറ്റി എന്നാണ്. അവിടുന്ന് ചായ കുടിക്കാതെ പോരും. ചായ കുടിച്ചാൽ അതിന്റെ അർത്ഥം എന്താ? പെണ്ണിനെ പറ്റി എന്നാണ്. പഴയ കാലത്തെ കഥയെ പോയി പറഞ്ഞാൽ ഖുറാനിലും ഹദീസിലും ഉണ്ടോന്നും ചോദിക്കാൻ വരണ്ട. അതൊരു മനുഷ്യന്മാര് തീരുമാനിക്കണം, അല്ലെ? അപ്പൊ ഈ ഒരു തീരുമാനങ്ങൾ പോലെ നമ്മളൊരു വീട്ടിൽ കയറി അന്തസ്സിൽ വീട്ടിൽ വെള്ളം കഴിച്ചു പോരുമ്പോ അതൊരു സന്തോഷാവും. ഇപ്പൊ റഫീഖ് സാർ ഇന്നലെ ഇവിടെ വന്നു, എന്റെ ഭാര്യ പറഞ്ഞു ഭക്ഷണം ഉണ്ട്, അത് കഴിച്ചിട്ട് പോയാൽ മതി. അത് കഴിച്ച് മൂപ്പരുടെ ആ സന്തോഷം നിറഞ്ഞ ക്ഷണമാണെന്ന് കണ്ടപ്പോ അവർ കഴിച്ചു പോയി. എന്നാൽ റഫീഖ് സാറെ വീട്ടിൽ ഞാൻ 100 വട്ടം ക്ഷണിക്കാതെ കയറി ചെല്ലുന്നുണ്ട്, കഴിക്കുന്നുണ്ട്. അത് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം 10-20 വർഷമായിട്ടുള്ള ബന്ധം. ഞാൻ അവിടെ ചെന്ന് ഇരുന്നിട്ട് മൂപ്പരോട് പറയലാണ്, വരി റഫീഖ് സാറെ ചായ കുടിച്ചോളി, ഇരിക്കുന്നൊക്കെ ഞാനാ പറയല്, മൂപ്പർ എന്നോട് പറയലല്ല. ഇത്രയും ഒരു സ്വാധീനം അവിടെ ഉണ്ടാക്കിയെടുത്തത് ഈ ബിസിനസിന്റെ രൂഢമൂലമായ അഭേദ്യമായ ബന്ധമാണ്. ഒരാൾക്കും അത് പൊളിച്ചു മാറ്റാൻ കഴിയില്ല. ഇങ്ങനെ സ്നേഹിക്കാൻ, ടീമിനോട് കൂടെ നിൽക്കാൻ നമുക്കൊക്കെ കഴിയണമെന്ന് ഈ സമയത്ത് പറയാണ്. ഔട്ട്പുട്ട് കൂട്ടണം. ഔട്ട്പുട്ട് കൂട്ടണം എന്ന് പറഞ്ഞാൽ കരീം സാർ മണ്ണാർക്കാടിന് ഈ ആഴ്ച, കഴിഞ്ഞ ആഴ്ച, അതിന്റെ പിറ്റത്തെ ആഴ്ച 4 ആഴ്ചയിൽ കിട്ടിയ വരുമാനം എത്രയാണോ അതിന്റെ ഡബിൾ വരുമാനം ഉണ്ടാക്കാൻ എന്തേ ചെയ്യേണ്ടതുള്ളൂ? 10 ആളുകൾക്ക് റിക്രൂട്ട് ചെയ്ത് ബിസിനസ്സിന് എത്തിച്ചാൽ മതി, അല്ലെങ്കിൽ പ്രൊഡക്റ്റ് എത്തിച്ചു കൊടുത്താൽ മതി. നിങ്ങൾക്ക് ഇപ്പോഴും ചില ആൾക്കാർക്ക് എത്ര പ്രൊഡക്റ്റ് എടുക്കണം, എത്ര ഉറുപ്പ്യക്ക് എടുക്കണം എന്നൊന്നും ഇപ്പോഴും ഒരു ഐഡിയോളജി ഇല്ല. ഞാൻ പറയട്ടെ, 10 ആൾക്കാര് 1000 ഉറുപ്പ്യയുടെ പ്രൊഡക്റ്റ് എടുത്തു ഓർഗ് 1-ല്, 10 ആൾക്കാര് 1000 ഉറുപ്പ്യയുടെ പ്രൊഡക്റ്റ് ഓർഗ് 2-ലും എടുത്തു. എന്നാല് നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്, നമുക്കൊരു 1000 ഉറുപ്പ്യ വരുമാനം വരാൻ അത് മതിയില്ലേ? ആ എടുക്കുന്ന ആൾക്കാര് സ്ഥിരം ഇതിന്റെ കസ്റ്റമർ ആവണമെങ്കിൽ അത് ഉപയോഗിച്ച് നോക്കിയാൽ പോരെ? നമ്മൾക്ക് എന്തെങ്കിലും റിസ്ക് ഉണ്ടോ? കമ്പനിയുടെ പ്രൊഡക്റ്റ് ആണ് യൂസ് ചെയ്ത് നോക്കിയാൽ മതി, പിന്നെയും വാങ്ങിക്കോളും. നമ്മൾക്ക് വല്ല റിസ്ക് ഉണ്ട്? നമ്മൾ സയന്റിസ്റ്റിന് പൈസ കൊടുക്കുന്നുണ്ടോ? നമ്മൾ അതിന്റെ മാനുഫാക്ചറിങ് യൂണിറ്റിൽ പൈസ കൊടുത്തിട്ടുണ്ടോ? നമ്മൾ അതിന്റെ ബില്ല് കൊടുത്തിട്ട് നെല്ലിക്ക കാട്ടിൽ പോയി പെറുക്കി കൊടുത്തിട്ടുണ്ടോ? അല്ലെങ്കിൽ നമ്മൾ ഇറാനിൽ പോയിക്കാണ് കുങ്കുമം കൊണ്ടുവരാൻ പോയിട്ടുണ്ടോ? നമുക്ക് എന്ത് റിസ്ക് ഉള്ളത്? എനിക്ക് ദേഷ്യം വരാണ് പറയുമ്പോ. അറിയുന്നില്ല, നമ്മളിവിടെ പിന്നെ എവിടെയെങ്കിലും POC തുടങ്ങാൻ പൈസ കൊടുത്തിട്ടുണ്ടോ? നമ്മളവിടെ സ്റ്റാഫുകളെ നിർത്തിയിട്ടുണ്ടോ? നമ്മളെ കുടുംബത്തിന് മൊത്തം പോറ്റാൻ, എനിക്ക് 300 കുടുംബം ഉണ്ടെങ്കിൽ ആ 300 കുടുംബം കല്യാണത്തിന് വരാനുള്ള മാത്രം കുടുംബമല്ല, കുടുംബ സംഗമത്തിൽ മാത്രം ഡാൻസും പാട്ടും ആടാനും വരേണ്ട കുടുംബമല്ല. നിങ്ങളെ പേസ്റ്റും നിങ്ങളെ ഷാമ്പും നിങ്ങളെ സോപ്പും വാങ്ങണ കുടുംബമാവണം. അവരെ നിങ്ങൾക്ക് കുടുംബമുള്ളൂ എന്ന് മനസ്സിലാക്കുക. കുടുംബം എന്ന വാക്കിന്റെ അർത്ഥം കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നത് എന്നാണ്. കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നത്, ഇഷ്ടം, സ്നേഹവും സന്തോഷവും, കളിയാടുന്നത് എന്നാണ് കുടുംബം എന്ന വാക്കിന്റെ അർത്ഥം. അല്ലാതെ നിങ്ങളില്ലാത്തടത്ത് നിങ്ങളെ പരിഹസിക്കുന്ന, നിങ്ങൾക്കെതിരെ വോയിസ് ചെയ്യുന്ന, നിങ്ങൾക്കെതിരെ പരിഹാസ ക്ഷരങ്ങൾ ഉദ്ധരിക്കുന്ന ആളുകളല്ല നിങ്ങളുടെ കുടുംബം. ഞാൻ എന്റെ കുടുംബമായിട്ട് കാണുന്നത് എന്റെ മൈ ലൈഫ് പേരാണ്. രണ്ടാമതാക്കിയ ജേസനും അഞ്ജനും ഒക്കെ എന്റെ മൈ ലൈഫിൽ എനിക്ക് ഭക്ഷണം തരുന്ന, എന്റെ വീട്ടിലേക്ക് അരി തരുന്നവര്, എന്റെ അപ്ലൈൻ ലീഡേഴ്സ്, അവർ കഴിഞ്ഞിട്ട് ബാക്കിയൊക്കെ ഉള്ളൂ. നിങ്ങളൊന്ന് മനസ്സിലാക്കുക, അവർക്ക് മഹത്വം കൊടുക്കണം. ഗുരു ദൈവം എന്ന് പറയല്ലേ? മാതാ പിതാ ഗുരു ദൈവം എന്ന് പറയും. മാതാവും നിന്റെ പിതാവും നിന്റെ ഗുരുക്കളും നിന്റെ ദൈവങ്ങളെ പോലെ അവരെ ആദരിക്കണം എന്നാണ്. ദൈവത്തെ നമ്മൾ ആരാധിക്കും, ഇവരെ നമ്മൾ ആദരിക്കും. ആദരവ് എത്ര മൂത്ത് പോയാലും ആരാധന ആവൂല, പേടിക്കണ്ട. നിങ്ങൾ എത്രയേച്ച് ആദരിച്ചോളി, ആരാധന ആവൂല. ആരാധന എന്നുള്ളത് കടന്നു വരണമെങ്കിൽ ദൈവമാക്കണം. ഉള്ളിൽ ദൈവമാണ് എന്ന് സങ്കല്പിക്കുമ്പോഴേ ആരാധന വരുള്ളൂ. അപ്പോഴേ ദൈവത്തിന് കോപം വരുള്ളൂ. ദൈവം എല്ലാത്തൊരാൾക്ക് ആരാധന കൊടുക്കണേ ദൈവത്തിന് ഇഷ്ടം ഉണ്ടാവില്ല. അപ്പൊ നമ്മളിവിടെ ആദരവിന്റെ അങ്ങേ അറ്റം കൊടുത്ത് മാതാപിതാക്കള് എത്രമാത്രം ബഹുമാനിക്കപ്പെടുന്നു അതുപോലെ അപ്ലൈ ലീഡറെ ബഹുമാനിക്കണം. ഇന്നലെ ഇപ്പൊ ഞാൻ വരുന്ന സമയത്തൊന്ന് വീണ സമയത്ത് ചേറൂർ സാറാണ് എന്റെ ഈ മുറിമ മരുന്ന് വെച്ച് കെട്ടി തന്നത്, തേച്ച് തന്നത്. റഫീഖ് സാറാണ് അതിന്റെ കുപ്പായൊക്കെ കയറ്റി തന്നത്. ഉമ്മർ സാറാണ് ഇവിടെ വൂണ്ട് ഹീലിംഗ് അപ്പൊ തന്നെ ബാഗിൽ നിന്ന് എടുത്തിട്ട് തേക്കാൻ തന്നത്, നോവേദന ജെല്ലൊക്കെ.
ഞാൻ പറയട്ടെ, ഇന്നലെ എന്റെ കൈ കണ്ടവരാണ് റഫീഖ് സാറും ചെറു സാറൊക്കെ. മുഴച്ച് വലിയൊരു എല്ല് പൊന്തിട്ട് എന്റെ ഈ തള്ളവരലിന്റെ സ്കഫോയിഡിന്റെ ഭാഗം, ഈ ഭാഗം എനിക്ക് ഡിസ്ലൊക്കേറ്റ് ആയോ എന്ന് സംശയിച്ച്, പൊട്ടിയോന്ന് വരെ സംശയിച്ച് വീർത്ത് പൊന്തിയിരുന്നു. ഇന്നിപ്പോ എനിക്ക് എന്ത് കുഴപ്പമില്ല, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. വേണേ നിങ്ങൾ കാണുമാതിരി വിരല് ഞാൻ പൊട്ടിച്ചേരാം, ഒരു കുഴപ്പമില്ല. നമ്മളെ പ്രൊഡക്റ്റുകൾ അതല്ലേ, യൂസ് ചെയ്തു നോക്കിയാ പോരെ. യൂസ് അങ്ങ് ചെയ്താൽ മതി, അതെന്റെ ഫലം അത് തന്നിരിക്കും. എനിക്കൊരു കുഴപ്പമില്ല. ഇപ്പോ സന്തോഷാ പറയണത്. അപ്പൊ ഞാൻ ബാക്കി ഒരുപാട് കാര്യങ്ങൾ, ഏകദേശം 24ഓളം കാര്യങ്ങൾ പറയാനുള്ളതില് വെറും 3 കാര്യങ്ങളെ ഞാൻ ഇപ്പൊ പറഞ്ഞിട്ടുള്ളൂ. മറ്റൊരു സമയത്ത് മറ്റു കാര്യങ്ങൾ പറയാമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് എന്റെ ടീമിൽ വന്ന ഓരോരുത്തരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ടീമിലുണ്ട്, എന്റെ കൂടെയുണ്ട് എന്ന് എനിക്ക് ഉറപ്പ് വരുന്നവരെ ഞാൻ നിങ്ങളെ നിരീക്ഷിക്കും. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടെന്ന് ഉറപ്പ് വന്നാൽ ഞാൻ നിങ്ങളുടെ കൂടെ, നിങ്ങളുടെ സേവകനായി തുടരും. ഇത്രേ പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു.